സ്റ്റുഡൻസ്, എ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിസിക്സിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു, മാത്സിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു, കെമിസ്ട്രിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഇന്ന് വീണ്ടും ഫിസിക്സിന്റെ ക്ലാസ് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 3 ചാപ്റ്റേഴ്സിന്റെ എല്ലാ ഏരിയാസും നമ്മൾ ക്വസ്റ്റ്യനിലൂടെ കവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിനേഷന് വരാവുന്ന എല്ലാ ഏരിയാസിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് പിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ ഒക്കെ ഒന്ന് ഓവറോൾ ആയി കവർ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസൈൻ ചെയ്തത്. അപ്പൊ 3 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, പിന്നെ ഗ്രാവിറ്റേഷനും, പിന്നെ തെർമോഡൈനാമിക്സ്. അങ്ങനെ 3 ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും. അത്യാവശ്യം വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ സെറ്റായി പ്രിപ്പയർ ചെയ്ത് വെക്കുക, അടിപൊളിയാക്കി വെക്കുക. റെഡി അല്ലേ? അപ്പൊ ഇന്ന് തന്നെ ഈ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റ്സും എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. റൈറ്റ്? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ എല്ലാവരും ഹായ്. ഓക്കെ, ഫാസിൽ ഹായ്. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ, സ്റ്റാർട്ട് ചെയ്യല്ലേ മക്കളെ? റെഡി അല്ലേ? അപ്പൊ ഇന്ന് സ്കൂളൊന്നും നടന്നിട്ടുണ്ടാവില്ല. കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടികൾക്ക് അറിയാം. പിന്നെ നിപ്പന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞങ്ങളും കോഴിക്കോട് ജില്ലയിലുള്ളത്. അപ്പൊ അവിടെ ലീവായിരുന്നു, ഇന്ന് സ്കൂൾ ലീവായിരുന്നു, നാളെയും ലീവാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ലീവായ കോഴിക്കോട് ജില്ലയിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ സമയങ്ങളൊക്കെ ഇംപ്രൂവ്മെന്റിലേക്ക് മാറ്റി വെക്കുക. മാക്സിമം എന്ത് ചെയ്യുക, പോർഷൻസ് കവർ ചെയ്യുക, നന്നായി പഠിക്കുകയും ചെയ്യുക. ഓക്കെ ആണല്ലോ? കേരളത്തില് മറ്റ് ജില്ലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുക, സ്കൂളിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് +2 അതുപോലെ +1 ഒരേപോലെ കൊണ്ടുപോകാൻ നോക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പിന്നെ എന്താ പറയാ ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുകയും ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും മാർക്ക് ഇമ്പ്രൂവ് ചെയ്തേ മതിയാവും. അതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചെയ്തു തരികയും ചെയ്യും. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് തരും. അത് കറക്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നാളെ ഒരു ലൈവ് വരുന്നുണ്ട് 7 മണിക്ക്. അതിൽ 10 days സ്റ്റഡി ചലഞ്ച് ആണ്. അതായത് എങ്ങനെ നമുക്ക് ഇനിയുള്ള 10 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്കിലേക്ക് എത്താം, അതിന്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം, എങ്ങനെ പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നാളെ എല്ലാ ടീമും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്ലാനോട് കൂടി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് കണ്ടിപ്പാ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ +2 കൂടി ഒന്ന് സൂപ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്കിലേക്ക് തന്നെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അത് അഗ്രിഗേറ്റ് പെർസെന്റേജും നിങ്ങളെ ചതിക്കില്ല. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, എല്ലാവരും ഒരു ഫയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേഗം ഒരു ഫയർ ഇട്ടോ. നമുക്ക് വേഗം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് വേഗം ഓടിപ്പോവാം. വേഗം ഒരു ഫയർ ഇട്ടടാ, സ്റ്റാർട്ട് ചെയ്യാം. വേഗം വേഗം തുടങ്ങിക്കോ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. വേഗം തുടങ്ങാം. നമുക്ക് ചാപ്റ്റേഴ്സ് 3 കവർ ചെയ്യാണ്ട് നമുക്കൊരു ഏകദേശം ഒരു 9 മണി ആകുമ്പോഴേക്കും നമുക്ക് 3 ചാപ്റ്റേഴ്സും കവർ ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു 2 മണിക്കൂറിനുള്ളിലായി നമുക്ക് എന്ത് ചെയ്യണം, 3 ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല രീതിയിലേക്ക് തന്നെ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. റെഡി അല്ലേ? സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഒഴിവാക്കിയതുണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം, അതുപോലെ റെഗുലർ ഷേപ്ഡ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോളിംഗ് മോഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഒഴിവാക്കി അത്യാവശ്യം നല്ല ഒരു ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അതിൽ വരുന്ന കാര്യങ്ങൾ സെന്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്. ഓക്കെ, പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്, ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, ഫോഴ്സ് ഓൺ സെന്റർ ഓഫ് മാസ്, മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ്. പിന്നെ അതുപോലെ വരുന്ന മറ്റു കാര്യങ്ങളാണ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. ആ ഒരു കോൺസെപ്റ്റ് അതിൽ വരുന്നുണ്ട്. അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ടോർക്ക് എന്താണ്, ആംഗുലാർ മൊമെന്റം എന്താണ്, ടോർക്കും ആംഗുലാർ മൊമെന്റം തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് വരുമ്പോൾ എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക.
മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കൈനമാറ്റിക് പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. ഓക്കെ, അത്രയുമാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ വരുന്നത്. കാരണം ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് ഒഴിവാക്കി, കുറച്ച് ബുദ്ധിമുട്ടായി വരുന്ന ഏരിയാസ് ഒക്കെ ഒഴിവാക്കി. പക്ഷെ ടോർക്ക്, ആംഗുലാർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം, ഇതൊന്നും എന്ത് ചെയ്യാതെ പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവുകയും ചെയ്യരുത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ലിസൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ മിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിനേഷൻ, അതായത് ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും ഉറപ്പായിട്ടും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വന്നിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ നന്നായി ഫോക്കസ് ചെയ്ത് നോക്കുക ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ. നോക്കടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു dl/dt. ടോ എന്ന് പറഞ്ഞാൽ എന്താ, ടോർക്ക് ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ മൊമെന്റം ആണ്. സോ ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യണം, ഷോ ചെയ്യണം, അത് പ്രൂവ് ചെയ്യണം. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി നമ്മൾ ചെയ്യാൻ പോവാ. നോക്കടാ, ആദ്യം നമുക്ക് അറിയുന്ന കാര്യം എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അതായത് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ക്രോസ് പി ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ആംഗുലാർ മൊമെന്റം ഈസ് ആർ ക്രോസ് പി. ഫ്രം ഹിയർ രണ്ട് ഭാഗവും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് dl/dt? ദാറ്റ് ഈസ് d/dt ഓഫ് എന്താണ്, ആർ ക്രോസ് പി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഡിഫറൻഷിയേഷന്റെ പ്രോഡക്റ്റ് റൂൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് ഇൻറ്റു അല്ല ക്രോസ് ആണ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷനിലെ പ്ലസ് എന്താണ്, സെക്കൻഡ് ഫംഗ്ഷൻ ക്രോസ് ഡെറിവേറ്റീവ് ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി, സെക്കൻഡ് ഇങ്ങനെ എഴുതിയാൽ മതി, dr/ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ക്രോസ് പി എന്ന് എഴുതിയാൽ മതി. പക്ക ഡിഫറൻഷിയേഷന്റെ എന്താ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എന്താ മക്കളെ, dp/dt. ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്നുണ്ട്, ഫോഴ്സ് ആണ്. അപ്പൊ എന്താ, ആർ ക്രോസ് എഫ് പ്ലസ് വാട്ട് ഈസ് dr/dt? ദാറ്റ് ഈസ് വെലോസിറ്റി. വെലോസിറ്റി ക്രോസ് പി എന്നുണ്ടാവും. മക്കളെ, വെലോസിറ്റിയും മൊമെന്റും സെയിം ഡയറക്ഷനിലല്ലേ ആണ്. അതുകൊണ്ട് സെയിം ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് പിയും അതുപോലെ വിയും. ഒരേ ഡയറക്ഷനിലേക്കുള്ള വെക്ടേഴ്സിനെ ക്രോസ് ചെയ്താൽ ആൻസർ എന്താണ്, 0. രണ്ട് പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്, 0. അപ്പൊ ഇവരെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ, 0 കിട്ടും. സോ വാട്ട് ഈസ് ദാറ്റ്, ആർ ക്രോസ് എഫ്. എന്താ മക്കളെ, ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോ. സോ വി ഗോട്ട് വാട്ട്, dl/dt is equal to എന്ത് കിട്ടി, ടോ എന്ന് കിട്ടി. ഈ കാര്യം മക്കൾക്ക് സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അതോടുകൂടി നമ്മൾ എ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ് മക്കളെ ബി ക്വസ്റ്റ്യൻ? എന്താണ് മക്കളെ ബി ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? മക്കളെ പഠിക്കാണ്ട് പോവല്ലേ, വേഗം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലീനിയർ മോഷനിലെ ഫോഴ്സിന്റെ പകരക്കാരനാണ് റൊട്ടേഷൻ മോഷനിലെ ടോർക്ക്. ലീനിയർ മോഷന്റെ മാസിന്റെ പകരക്കാരനാണ് റൊട്ടേഷൻ മോഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ലീനിയർ മോഷനിലെ വെലോസിറ്റിന്റെ പകരക്കാരൻ റൊട്ടേഷൻ മോഷനിലാണ് ആംഗുലാർ വെലോസിറ്റി. ലീനിയർ മോഷന്റെ ആക്സിലറേഷന്റെ പകരക്കാരൻ റൊട്ടേഷൻ മോഷനിലാണ് ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ ആണല്ലോ? ലീനിയർ മോഷനിലെ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ മോഷനിലെ പകരക്കാരനാണ് ആംഗുലാർ മൊമെന്റം. ഈ കാര്യങ്ങളിൽ ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. ഇനി മക്കളെ പറ, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? എന്തായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? If there is no net external force on a body, ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ then the linear momentum അല്ലെങ്കിൽ the momentum of that body will be conserved. ആ ബോഡിയുടെ മൊമെന്റം എന്തെയും കൺസേർവ് ചെയ്യും. ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ അയാളുടെ മൊമെന്റം എന്തെയും കൺസേർവ് ചെയ്യും. അത് നേരെ എന്തിലേക്ക് അടിക്കുക? റൊട്ടേഷൻ മോഷനിലേക്ക് അടിക്കുക. എന്താ? if there is no net external force അല്ല, if there is no net external torque on a body, then the angular momentum of that body will be conserved. ഇതാണ് മക്കളെ എന്ത്? law of conservation of angular momentum. If there is no net external torque on a body, then its angular momentum will be conserved. അതിന്റെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യപ്പെടും? കൺസർവ് ചെയ്യും. കൺസർവ്ഡ്. ഓക്കെ ആണല്ലോ? then its angular momentum will be
കൺസേർവ്ഡ്. അപ്പൊ അതിന്റെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യും മക്കളെ? കൺസേർവ് ചെയ്യും. ഇതാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സോ എ പറഞ്ഞു, ബി പറഞ്ഞു. അടുത്ത് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എന്താ? അപ്പൊ ഇതിൽ കൺസർവേഷനിൽ ഇങ്ങനെയും കൂടി എഴുതുക. if there is no net external tau, so tau external is equal to എന്താ? 0. tau external is equal to 0 ആണെങ്കിൽ dl by dt എന്താണ്? 0. അങ്ങനെയാണെങ്കിൽ L എന്താ? എ കോൺസ്റ്റന്റ്. മനസ്സിലാക്കേണ്ടത് നെറ്റ് എക്സ്റ്റേണൽ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? dl by dt ആണ്. അപ്പോൾ tau external എന്താ? dl by dt ആണ്. tau external 0 ആണെങ്കിൽ dl by dt 0 ആണ്. dl by dt 0 ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ആണ് 0 ആവല്. അപ്പൊ L എന്താണ്? L is a constant. അപ്പൊ അതാണ് നമ്മൾ ഇതിനെ പ്രൂഫ് ആയിട്ട് പറയാ. അതിന്റെ കൂടെ ഇതും കൂടി എഴുതിയാൽ വളരെ വണ്ടർഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ മോഷൻ ഇൻ വിച്ച് ആംഗുലാർ മൊമെന്റം ഈസ് കൺസർവ്ഡ്. മക്കളെ ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യുന്ന മോഷന് എക്സാമ്പിൾ എഴുതണം. ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ട് ടോർക്ക് ഇല്ലാതിരിക്കണം. ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ആയി ടോർക്ക് ഇല്ലാതിരിക്കുമ്പോഴേ ആ ബോഡിയുടെ മൊമെന്റം, ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു കേസ് ചോദിക്കുകയാണെങ്കിൽ വേഗം നിങ്ങൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ച കാര്യം ഓർക്കുക. ഏത്? നമ്മളെ ഇത് പിന്നെ സാറ്റലൈറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ്, ആ സാറ്റലൈറ്റ്സിന്റെ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. എർത്ത് ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്തിന്റെ ആംഗുലാർ മൊമെന്റം അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്താണ്? കൺസർവ്ഡ് ആണ്. അതുപോലെ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനറ്റ്സ്, അതിന്റെ ആംഗുലാർ മൊമെന്റം എന്താണ്? കൺസർവ്ഡ് ആണ്. കാരണം എന്താ? ഈ കേസിലൊന്നും അവിടെ എന്ത് വരുന്നില്ല? നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നില്ല. ഇതിൽ ഏത് എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം? ബെസ്റ്റ് എക്സാമ്പിൾ revolution of planet around the sun, then the angular momentum of planet will be conserved while revolving satellites around the earth, then angular momentum of satellites will be conserved. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ എക്സാമ്പിൾസ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഉറപ്പായിട്ടും ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്സാമിനേഷന്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. The rotational analog of force. ഞാൻ കൊണ്ട് പറഞ്ഞു rotational analog of force. ഫോഴ്സിന്റെ പകരക്കാരനായിട്ട് റൊട്ടേഷനിൽ ഉപയോഗിക്കുന്ന ആളാരാ? ടോർക്ക്. സോ വാട്ട് ഈസ് ദ ആൻസർ? ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ടോർക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കുക. എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് wound round the rim of a flywheel mounted on a horizontal axis as shown in figure. ഒന്നുമില്ല മക്കളെ, ഒരു എന്തുണ്ട്? ഫ്ലൈ വീൽ ഉണ്ട്. ഇതാണ് മക്കളെ ഫ്ലൈ വീല്. ഈ ഫ്ലൈ വീലുമേല് എന്ത് ചെയ്യുന്ന അറിയോ? ആ ഫ്ലൈ വീലുമേല് ഒരു ഇത് കയർ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെക്കും. ചുറ്റി അതിന്റെ ഒരെൻഡ് ഇങ്ങനെ തൂക്കിയിട്ടു താഴേക്ക്. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ആ തൂക്കിയിട്ട എന്റെ പിടിച്ചങ്ങ് താഴേക്ക് വലിക്കാൻ പോവാണ്. അത് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫ്ലൈ വീൽ എന്ത് ചെയ്യും? കറങ്ങും. അത് റൊട്ടേഷണൽ മോഷൻ ആണ് ഫ്ലൈ വീലിന്റെ. സെറ്റ് അല്ലേ? ഓക്കെ ഗ്രേറ്റ്. നൗ ലിസൺ മക്കളെ, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് കാണാൻ രണ്ട് രീതികളുണ്ട്. ടോർക്ക് കണ്ടെത്താൻ രണ്ട് രീതികൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ്. ടോർക്കിന് രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് R cross F അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു perpendicular distance between line of action of force and axis of rotation എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് ടോർക്ക് ഉണ്ടാക്കല്. ഫോഴ്സ് ഉണ്ടെങ്കിലേ ടോർക്ക് ഉണ്ടാവുള്ളൂ. ഫോഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് ടോർക്ക് ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഫോഴ്സ് ഇല്ലെങ്കിൽ ടോർക്ക് ഉണ്ടാവില്ല. പറഞ്ഞ പോയിന്റ് സെറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ലിസൺ. അപ്പോ ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ടോർക്ക് ഉണ്ടാക്കുമോ? ഒരു ആക്സിസിൽ. ഓക്കെ അല്ലേ? ഒരു ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ ടോർക്ക് ഉണ്ടാക്കുമോ നോക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയും ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും കറങ്ങുന്ന ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ് എടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. ഇതൊരു ഇക്വേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. മറ്റൊരു ഇക്വേഷൻ ടോർക്കിന് എന്ന് പറഞ്ഞാൽ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് മക്കളെ മനസ്സിൽ എപ്പോഴും വേണം. സെറ്റ് അല്ലേ? റെഡി? ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആൽഫ എന്താ? ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ആണ്.
ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നമുക്ക് പല പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളെ മനസ്സിൽ വേണം. നൗ ലിസൺ, ശ്രദ്ധിക്കടാ. നോക്ക്, ക്വസ്റ്റ്യൻ എന്താ? അങ്ങനെ ഈ കയറ് നമ്മൾ പിടിച്ചു വലിക്കുകയാണ്, ഒറ്റ വലി. ഓക്കെ ആണല്ലോ? വലിച്ചു. ആ പിന്നെ ഫ്ലൈ വീലിന്റെ മാസ് നമുക്കറിയാം, അതുപോലെ എന്താണ് ഫ്ലൈ വീലിന്റെ റേഡിയസ് നമുക്കറിയാം, വലിച്ച ഫോഴ്സ് നമുക്കറിയാം. ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദി വീൽ if steady pull of 25 Newton is applied on the cord. 25 Newton force apply ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എന്ത് കാണണം? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ കാണണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫ്ലൈ വീൽ കണ്ടെത്താനുള്ള മാർഗം അവരായിട്ട് തന്നിട്ടുണ്ട്, mr²/2. അവർ മിക്കവാറും തരും, കാരണം നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, റൈറ്റ്. പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങ് തരും. എടാ, ഇതെങ്ങനെ സോൾവ് ചെയ്യും? ലിസൺ, ഞാൻ ഇവിടെ ടോർക്ക് കാണാൻ പോവാ. ഈ ഫ്ലൈ വീൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്ര മക്കളെ? ഫോഴ്സ് ഇതാ. അപ്പൊ ടോർക്കിന്റെ ഒരു ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. എന്താ മക്കളെ ടോർക്കിന്റെ ഒരു ഇക്വേഷന്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര 25 ആണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. എടാ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതല്ലേന്ന്. ആ ലൈൻ ഓഫ് ആക്ഷൻ ഇതല്ലേ ആക്സിസ്, അവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതുമല്ലേന്ന്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ്? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും അതുപോലെ ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അപ്പൊ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഈ ഫോഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ടോർക്ക് കാണാൻ പോവാണ്. മക്കൾ നോക്കടാ. എന്താ? 25 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് റേഡിയസ് അല്ലേന്ന്. റേഡിയസ് എത്ര? 20 സെന്റിമീറ്റർ ആണ്. അത് ഞാൻ മീറ്ററിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 25. ദാറ്റ് ഈസ് 2 ഇൻറ്റു 25 50 ആണ്. ഒരു 0 എക്സ്ട്രാ ഉണ്ടാവും, 10⁻⁻² ഉണ്ടാവും. ദാറ്റ് ബിക്കംസ് 5 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ ആണല്ലോ? ടോർക്ക് കിട്ടി. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ടോർക്ക് കാണാം. ടോ ഇസ് ഈക്വൽ ടു മക്കളെ എന്താണ്? ഐ ആൽഫ ആണ്. വാട്ട് ഈസ് ടോ? ഐ ആൽഫ. ഫ്രം ഹിയർ വാട്ട് ഈസ് ആൽഫ? ടോ ബൈ ഐ. എന്താ മക്കളെ? ടോ 5 ആണ്. എന്താ ഐ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് കണ്ടെത്താനുള്ള മാർഗം mr²/2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ mr²/2 ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ലിസൺ, എത്ര മക്കളെ? മാസ് 20 ആണ്, റേഡിയസും 20. അപ്പൊ എന്താ? 20 ഇൻറ്റു 10⁻². റേഡിയസ് ആണ്, അതിന്റെ സ്ക്വയർ ബൈ 2. അപ്പൊ ഈ 2 കട്ടാവുമ്പോൾ 10 ഇൻറ്റു 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ഉം 2 0 ഉണ്ടാവും. 10⁻⁻4 ഉണ്ടാവും അല്ലേ? സ്ക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4ഉം എത്ര 0? 3 0 10⁻⁻4. അതെന്താ വരിക മക്കളെ? 0.4 എന്ന് വരും, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. റെഡി അല്ലേ? യെസ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ? 0.4 ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 50/4 എന്ന് എഴുതാം. മുകളിലും താഴത്തും എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു 50/4, 25/2, 12.5. സോ വാട്ട് ഈസ് ദ ആൻസർ? 12.5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ ശ്രദ്ധിക്കടാ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്? ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ഇത്. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന പ്രതീക്ഷയാണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം എൻട്രൻസിന് പോലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കിന് 2 ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഒന്ന് എഫ് ഇസ് ഈക്വൽ ടു എം എനെ മാറ്റിയ ഇക്വേഷൻ ആണ്. എഫിന് പകരം ടോ, എമ്മിന് പകരം ഐ, എക്ക് പകരം ആൽഫ. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ 2 സാധനങ്ങൾ മനസ്സിൽ വേണം. അതില്ലാത്ത കുട്ടികൾക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയാസമാണ്. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസും നല്ല വൃത്തിയായി ഡീൽ ചെയ്യാം, അടിപൊളിയായിട്ട് ഡീൽ ചെയ്യാം. നെക്സ്റ്റ് വൺ, ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. അതായത് മാസിന് പകരം റൊട്ടേഷൻ മോഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പകരക്കാരൻ ആരാണ്? അത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് മക്കളെ. ആരാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് നമ്മൾ റൊട്ടേഷൻ മോഷനിലെ മാസ് എന്ന് വിളിക്കുന്നത്. ഭയങ്കര രസമാണ്, ഭയങ്കര കോമഡിയാ. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ലീനിയർ മോഷനിൽ മാസ് ഉപയോഗിക്കും. അതിന്റെ പകരക്കാരൻ റൊട്ടേഷൻ മോഷനിൽ എന്തായി ഉപയോഗിക്കുക? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ് ഉപയോഗിക്കുക. പക്ഷെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ബോഡി ലീനിയർലി മൂവ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു മാസേ ഉണ്ടാവുള്ളൂ.
10 കിലോഗ്രാം ആണെങ്കിൽ അയാളെ മാസം അപമാസം എങ്ങനെയൊക്കെ പോയാലും സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവന്റെ മാസം എന്താണ്? അത് 10 കിലോഗ്രാം. ഇനി റൊട്ടേഷൻ മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിലും കറങ്ങുകയാണെങ്കിലും ഒക്കെ അവന്റെ മാസം എന്താണ്? 10 കിലോഗ്രാം. അത് ഈ യൂണിവേഴ്സിൽ എവിടെ പോയാലും എന്താണ്? 10 കിലോഗ്രാം. നോ ചേഞ്ച്, മാസിൽ ചേഞ്ച് ഇല്ല. പക്ഷേ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ആ ബോഡിയുടെ മാസിന്റെ പകരക്കാരനായി നമ്മൾ ഉപയോഗിക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ആകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ബോഡി ഞാൻ ഇങ്ങനെ കറക്കുക, ഈ ആക്സിൽ കറക്കുകയാണ്, അപ്പൊ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല ഇവിടെ വെച്ച് ഇങ്ങനെ കറക്കിയാൽ. ഓക്കെ, അപ്പൊ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് മാറും തോറും അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യും? ചേഞ്ച് ആവും. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇനർഷ്യ എന്തായിരുന്നു? ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. അപ്പൊ എന്താ മക്കളെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? അത് റൊട്ടേഷൻ മോഷനിലേക്ക് മാറ്റാം. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റൊട്ടേഷണൽ മോഷൻ ആക്കിയാൽ അതെന്തായി? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയി. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അടാ നിങ്ങളൊരു പെൻ എടുക്കുക, എന്നിട്ട് സെന്ററിൽ പിടിക്കുക, ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കണ്ടി. നല്ല സുഖം റൊട്ടേറ്റ് ചെയ്യാൻ. എന്നാൽ അവനെ ഒരു എൻഡിൽ പിടിച്ചിട്ട് ഒന്നും ഇങ്ങനെ തിരിച്ചു നോക്ക്, ഇങ്ങനെ റൊട്ടേറ്റ് ആക്കി നോക്ക്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ അറിയോ? അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ആവുകയാണ്. ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/12 ആണ്. ഇവിടെ ആകുമ്പോൾ ml²/3 ആവും. എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. അപ്പം മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ അത് കറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, റൊട്ടേറ്റ് ചെയ്യിക്കാൻ ഭയങ്കര പ്രയാസമായിട്ട് മാറും. ഇപ്പൊ നിങ്ങൾക്ക് പെന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് വലിയ രീതിയിൽ ഫീൽ ചെയ്യില്ലെങ്കിലും ഒരു വലിയ വടി എടുക്കുക, എന്നിട്ട് സെന്ററിൽ പിടിച്ച് ഇങ്ങനെ കറക്കി വെക്കുക, നല്ല സുഖമായിരിക്കും. എന്നാൽ എൻഡ് പിടിച്ച് കറക്കുമ്പോഴോ അത് കുറച്ച് പ്രയാസമാകും. കാരണം അവിടെ സെന്ററിൽ പിടിക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവും, എൻഡ് പിടിക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? കൂടുതലുമാണ്. അപ്പൊ എപ്പോഴും ഒരു ബോഡിന്റെ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്ന ആക്സിസിൽ ഒരു ബോഡിയെ കറക്കാൻ നല്ല സുഖമായിരിക്കും. ബിക്കോസ് അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏറ്റവും കുറവായിരിക്കും. ഓക്കെ, അതൊക്കെ പോട്ടെ, അതിലേക്കൊന്നും ഡെപ്തിലേക്കൊന്നും പോകണ്ട. ജസ്റ്റ് ആ സർഫസ് നോളജ് മാത്രം ഉണ്ടാക്കി വെക്കുക. നമുക്ക് എൻട്രൻസ് ലെവലിലേക്ക് കയറുമ്പോൾ ഷറായി പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് മക്കളെ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. അടുത്ത ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ശ്രദ്ധിക്കും മക്കളെ, ലിസൺ. A solid cylinder of mass 20 kilogram. മക്കളെ സാധനം എന്താ? സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ ആട്ടോ മക്കളെ. സാധനം സോളിഡ് സിലിണ്ടർ. ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്, അതിന്റെ മാസ് എത്ര മക്കളെ? 20 കിലോഗ്രാം ആണ്. അത് റൊട്ടേറ്റ്സ്, അത് കറങ്ങുന്നു അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഇറ്റ്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാണ് അതിന്റെ ആക്സിസ്. കണ്ടോ, ഞാൻ ഈ വരച്ചതാണ് അതിന്റെ ആക്സിസ്. ആ ആക്സിസിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേഷൻ കറക്റ്റ് മനസ്സിലാക്കുക. ഇനി എത്ര ആംഗുലാർ സ്പീഡിൽ കറങ്ങുന്നു? 100 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒമേഗ വാല്യൂ വിൽ ബി 100 റേഡിയൻ പെർ സെക്കൻഡ്. മക്കളെ കാര്യങ്ങൾ കൃത്യമായിട്ടാണ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ദ റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ഈസ് 0.25. റേഡിയസ് ഓഫ് സിലിണ്ടർ ഈസ് മക്കളെ എത്ര? 0.25 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് ദി സിലിണ്ടർ? മക്കളെ കൈനറ്റിക് എനർജി കാണണം. എടാ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാ. കൈനറ്റിക് എനർജി ഇൻ റൊട്ടേഷൻ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എങ്ങനെ കാണുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ലീനിയർ മോഷനിൽ. റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ എന്താ? എമ്മിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ I, വിക്ക് പകരം ഒമേഗ സ്ക്വയർ. സോ ഹാഫ് I ഒമേഗ സ്ക്വയർ എന്നുണ്ടാവും അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈ ബോഡിയുടെ കണ്ടെത്തണം അല്ലെ. ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മക്കളെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഈ ബോഡിയുടെ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. എന്താണ്? mr²/2. അതായത് ഡിസ്കിന്റെ കേസിൽ ഈ ആക്സിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണോ അത് തന്നെയാണ് സോളിഡ് സിലിണ്ടറിന്റെ കേസിലും വരിക. അത് കറക്റ്റ് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ ഇവിടുന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് കുറവാണ്. വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ മിക്കവാറും തരാൻ ചാൻസ് ഉണ്ട്. തന്നിട്ടില്ലെങ്കിൽ പണിട്ടുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുന്ന ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നൗ ലിസൺ. അപ്പൊ ഇവിടെ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ മക്കളെ? എം എന്ന് പറഞ്ഞാൽ മാസ് 20 ആണ്. എന്താ R? 0.25 ആണ്. അതിന്റെ സ്ക്വയർ ഉണ്ട്, ബൈ 2 ഉണ്ടാവും. ഇത് കട്ടാവുമ്പോൾ എന്താ വരിക? 10 × 0.25 സ്ക്വയർ എന്ന് വരും. 10 × 0.25 സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പൊ അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ എന്താ? 10 × 0.25 സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഒമേഗ? 100. ഒമേഗ എന്താ?
100. അപ്പൊ ഞാൻ അത് കൊടുക്കുമ്പോൾ 100 സ്ക്വയർ എന്നുണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 0.25 ഇൻറ്റു 0.25 ഇൻറ്റു 100 സ്ക്വയർ എന്താ 100 ഇൻറ്റു 100. 100 ഇൻറ്റു 0.25 എന്താ 25. ഇതെന്താ 25. അപ്പൊ എന്താ വരിക ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 25 into 25 625. That is equal to എന്താ മക്കളെ 6250/2 എന്നുണ്ടാകൂലേ 3125. ഓക്കെ, ഇത്രയും ജൂൾ ആണ് ഇവിടുത്തെ എന്ത് വരിക റൊട്ടേഷണൽ കൈനറ്റിക് എനർജി വരിക. അപ്പൊ ഇവിടെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഐ കണ്ടെത്താനുള്ള മാർഗം നിങ്ങൾക്ക് മിക്കവാറും തരും. അതിങ്ങനെ തരും ഐ എത്ര എന്നുള്ള mr²/2 എന്ന് നിങ്ങൾ തരും. മാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പിന്നെ റേഡിയസും ഉണ്ടാവും. അത് വെച്ച് ആദ്യം ഐ ഫൈൻഡ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒമേഗ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ ചെയ്യുക. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്, നെക്സ്റ്റ് മക്കളെ നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. മാച്ച് ദ ഫോളോയിങ് ആണടാ, മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ഇതിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട ടോർക്ക് ആണ്. ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ആർ ക്രോസ് എഫ്. സോ നമുക്ക് മാച്ച് ചെയ്യാം, ആർ ക്രോസ് എഫിലേക്ക് മാച്ച് ചെയ്യാം. അതല്ല സോറി, ആർ ക്രോസ് എഫിലേക്ക് മാച്ച് ചെയ്യാം. സോ ദിസ് വൺ ഓക്കെ ആണല്ലോ. റൈറ്റ്, അടുത്ത് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ശരിക്കും ആർ ക്രോസ് പി ആണ്. അങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ കാണുന്നില്ല. പിന്നെ ഉള്ളതിൽ നല്ലത് നോക്കി കുത്തുക. ഒന്നാമത്തെ പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി, എക്സാക്ട്ലി റൈറ്റ്, ബിക്കോസ് ആംഗുലാർ മൊമെന്റം ആർ ക്രോസ് പി ആണ്. ഓക്കെ, എ ക്രോസ് ബി എന്ന് പറയുന്ന സാധനത്തിന്റെ ആൻസർ ഇപ്പൊ സി ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ആണെങ്കിൽ സി എന്ന് പറയുന്ന ആള് എക്കും ബിക്കും പെർപെൻഡിക്കുലർ, ക്രോസ് പ്രൊഡക്റ്റ് പഠിക്കുന്നുണ്ട് ആ കാര്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ആർ ക്രോസ് പി ആയതുകൊണ്ട് ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആണ് ആര് ആംഗുലാർ മൊമെന്റം. അപ്പൊ ഈ ഒന്നാമത്തെ സാധനം വളരെ കറക്റ്റ് ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം ആംഗുലാർ മൊമെന്റത്തെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റ് ആണ്. അപ്പൊ ആംഗുലാർ മൊമെന്റം ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് പി ആൻഡ് ആർ ആണ്. സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അപ്പൊ അവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താ. ഒരു ബോഡി എപ്പോഴാണ് ഇക്വിലിബ്രിയം ആവുക? ഒരു ബോഡി ഇക്വിലിബ്രിയം ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകണം. രണ്ടാമത്തത് ആ ബോഡിയിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ടോർക്കും 0 ആവണം. അപ്പൊ ആ ബോഡി ഇക്വിലിബ്രിയം. ഒരു ബോഡിയിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയാൽ ആ ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് 0 ആയാൽ ആ ബോഡി എന്താ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ ഒരു ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലും ആണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ ആ ബോഡി എന്തില്ല ഇക്വിലിബ്രിയത്തിൽ നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്, അപ്പം റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ആ ബോഡിയിലുള്ള നെറ്റ് ടോർക്ക് എന്തായിരിക്കണം 0. സോ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നമുക്ക് എന്ത് ചാമ്പാ സിഗ്മ ടോ ഇസ് ഈക്വൽ ടു 0 എന്ന് ചാമ്പാ. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നെങ്കിലോ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കാര്യം നമുക്ക് ചാമ്പാമായിരുന്നു. ഇല്ലല്ലോ. അടുത്ത് ലീനിയർ വെലോസിറ്റി. മക്കളെ, ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റി തമ്മിൽ ബന്ധമുണ്ട്. v is equal to നമ്മൾ r ഒമേഗ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ വെക്റ്റർ ഫോം ആണ് v is equal to ഒമേഗ ക്രോസ് r. പ്രീവിയസ് ഇയർ എൻട്രൻസിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അത്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചു വെക്ക്, ലീനിയർ വെലോസിറ്റി എന്താണ് ഒമേഗ ക്രോസ് r-ലേക്കും ചേർത്താൽ വളരെ എന്താ പറയാ പെർഫെക്റ്റ് ആയി നമ്മൾ എന്ത് ചെയ്തു ചേരുംപടി മാച്ച് ദ ഫോളോയിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. റൈറ്റ്, അടുത്തതിലേക്ക് നമ്മൾ പോവാം. മക്കളെ നോക്കടാ, എന്താ എ ഗേൾ, ഒരു കുട്ടി എന്ത് ചെയ്യാണ് റൊട്ടേറ്റ്സ് ഓൺ എ സിവൽ ചെയർ ആസ് ഷോൺ. ഒരു കുട്ടി ചെയറിൽ ഇരുന്ന് എന്ത് ചെയ്യാണ് കറങ്ങുകയാണ്. ഒരു കുട്ടി ചെയറിൽ ഇരുന്ന് കറങ്ങുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് മക്കളെ, ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലതുപോലെ ശ്രദ്ധിക്കാം. ഒരു കുട്ടി ചെയറിൽ ഇരുന്ന് കറങ്ങുക, കൈയൊക്കെ ഇങ്ങനെ അകത്തി വെച്ച് കുട്ടി ഇങ്ങനെ കറങ്ങുകയാണ്. കൈയൊക്കെ അകത്തി വെച്ച് കുട്ടി ഇങ്ങനെ കറങ്ങി. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ഹർ വെൻ ആംഗുലാർ സ്പീഡ് അല്ലെ. വാട്ട് ഹാപ്പൻസ് ടു ഹർ ആംഗുലാർ സ്പീഡ്. ആ കുട്ടിയുടെ ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ കുട്ടി ഈ ആക്സിസിലാണ് കറങ്ങുന്നത്. കുട്ടിയുടെ ആംഗുലാർ സ്പീഡ് ഒമേഗ. ഒമേഗക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക? when she stretches her arm. അപ്പൊ കുട്ടി കൈ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടാ കറങ്ങണം ആദ്യം കേട്ടോ. അങ്ങനെ കറങ്ങിയ ആ കുട്ടി, അങ്ങനെ കറങ്ങുന്ന ആ കുട്ടി, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടി പെട്ടെന്ന് കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഒമേഗക്ക് എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ആ കുട്ടി ചെയറിൽ കറങ്ങി
കുട്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി കറക്കാൻ നോക്കരുത്, ഒരൊറ്റ കറക്കം. പിന്നെ കുട്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി കൈ അകത്തിയാൽ എന്താ സംഭവിക്കുക? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കണം. ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താ? ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ട് നെറ്റ് ടോർക്ക് ഇല്ല എങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റം എന്താവണം? കൺസേർവ്ഡ് ആവണം. ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആകണം. ഈ കുട്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടീന്റെ അവിടെ പോയിട്ട് ആരും പിന്നെ എക്സ്ട്രാ ആയിട്ട് ടോർക്ക് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് ഇനി എന്തില്ല? നെറ്റ് എക്സ്റ്റേണൽ ആയി ടോർക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആംഗുലാർ മൊമെന്റം എന്താവണം? കൺസേർവ്ഡ് ആകണം. ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആകുക എന്ന് പറയുമ്പോൾ മക്കളെ എന്താണ് ആംഗുലാർ മൊമെന്റം? ദാറ്റ് ഈസ് ഐ ഒമേഗ. എന്താണ്? ഐ ഒമേഗ. ഐ ഒമേഗയാണ് ആംഗുലാർ മൊമെന്റം. അപ്പൊ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആ. കാരണം എന്താ? there is no net torque consist എന്താ? 0. അപ്പൊ ഐ ഒമേഗ ആംഗുലാർ മൊമെന്റം എന്താവണം? കൺസേർവ് ചെയ്യണം അല്ലേ? കൺസേർവ് ചെയ്യണം. ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യുക. അപ്പൊ ലിസൺ, അപ്പൊ നമുക്ക് എന്ത് പറയാടാ? പറ. ഇവിടെ 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 ഐ ഒമേഗ ഷുഡ് ബി കൺസേർവ്ഡ്. ഷുഡ് ബി കൺസേർവ്ഡ്. കൺസേർവ്ഡ്. ഓക്കെ, കൺസേർവ്ഡ്. ആംഗുലാർ മൊമെന്റം ഷുഡ് ബി കൺസേർവ്ഡ്. ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യണം. കുട്ടി കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നല്ലേ? സ്ട്രെച്ച് ചെയ്താലും ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യണം? കൺസേർവ് ചെയ്യണം. കുട്ടി കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ കുട്ടിന്റെ മാസ് ആക്സിസിൽ നിന്ന് അകലത്തിലേക്ക് പോകൂലേന്ന്. കുട്ടിന്റെ മാസ് ആക്സിസിൽ നിന്ന് അകലത്തിലേക്ക് പോയി, കൈ അകന്നു. അപ്പൊ ആക്സിസിൽ നിന്ന് മാസ് അകന്നാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യും? കൂടും. കുട്ടി കൈ അടുപ്പിച്ചാലോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. കാരണം എന്താ? മാസ് ആക്സിസിന്റെ അടുത്തേക്ക് വന്നു. ബിക്കോസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. മാസ് ഇൻറ്റു r². r എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിസിൽ നിന്ന് മാസിലേക്കുള്ള അകലമാണ്. മാസിലേക്കുള്ള അകലം കൂടിയോ ആക്സിസിൽ നിന്നുള്ള അകലം കൂടിയോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. അപ്പൊ ഈ കുട്ടി കൈ സ്ട്രെച്ച് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയണം? ഒമേഗ കുറയണം. അപ്പൊ ഇവിടെ എന്ത് കുറയും? ഒമേഗ എന്ത് ചെയ്യും മക്കളെ? ഒമേഗ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ ഒമേഗ കുറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കൈ സ്ട്രെച്ച് ചെയ്താൽ എന്താ സംഭവിക്കുക അറിയോ? കുട്ടി കറങ്ങുന്ന സ്പീഡ് കുറയും. കുട്ടി കറങ്ങുന്ന സ്പീഡ് എന്ത് ചെയ്യും? കുറയും. കുട്ടി കൈ അടുപ്പിച്ചാലോ സ്പീഡ് കൂടും. കുട്ടി കൈ അകത്തിയാലോ സ്പീഡ് കുറയും. കൈ അടുപ്പിച്ചാലോ സ്പീഡ് കൂടും. അതിന്റെ കാരണം എന്താ? കൈ അടുപ്പിക്കുമ്പോൾ കുട്ടിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഒമേഗ എന്ത് ചെയ്യും? കൂടും. കൈ അകത്തുമ്പോൾ എന്ത് ചെയ്യും? കുട്ടിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. അപ്പൊ ഒമേഗ എന്ത് ചെയ്യും? കുറയും. മറന്നു പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. സെറ്റ് അല്ലേ? സോ എന്താണ് സംഭവിക്കുക മക്കളെ? 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. എന്താ സംഭവിക്കുക? കുട്ടി കൈ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ increases due to that omega decreases. That's all. Okay, according to conservation of angular momentum, there is no net torque on that girl, so its angular momentum should be conserved. Okay, then if I increases, then omega decreases. മക്കളെ കഴിഞ്ഞു, പ്രശ്നം തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Name and state the conservation law applied for your justification. ഈ ജസ്റ്റിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച കൺസർവേഷൻ ലോ ഏതാണ് മക്കളെ? ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം. ഇതാണ് നമ്മൾ ഉപയോഗിച്ച എന്ത്? കൺസർവേഷൻ ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അത് സ്റ്റേറ്റ് ചെയ്യണം. എന്താ? ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ? സ്റ്റേറ്റ്മെന്റ് ഇഫ് ദർ ഈസ് നോ നെറ്റ് external torque on a body, then its angular momentum will be conserved. Momentum will be conserved. That's all. Okay, ഇതാണ് ആ ലോ. അത് കൃത്യമായിട്ട് പറയാ.
ഫുൾ മാർക്കും വാങ്ങി വീട്ടിൽ പോവാ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ഫോഴ്സ്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ടോർക്ക് ഇസ് ഈക്വൽ എന്താണ്? ആർ ക്രോസ് എഫ്. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ഫോഴ്സ്. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് മക്കളെ, നോക്കാട്ടോ. ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. എ മീറ്റർ സ്റ്റിക്ക് ഈസ് ബാലൻസ്ഡ് അറ്റ് ഇറ്റ് സെന്റർ. ഇതാണ് മീറ്റർ സ്റ്റിക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 50 സെന്റിമീറ്ററിൽ ഒരു മീറ്റർ സ്റ്റിക്ക് 100 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ 50-ൽ അത് ബാലൻസ്ഡ് ആയി. സെറ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. 2 coins, when 2 coins each of mass 5 gram, 5 ഗ്രാമിന്റെ 2 coins are put on the top of the other at 12 centimeter mark. എന്താ പറയുന്നത്? 12 സെന്റിമീറ്റർ മാർക്കിൽ ആരെ വെച്ചു? ഈ 2 കോയിനെ കൊണ്ടുപോയി വെച്ചു. 2 കോയിനെ കൊണ്ടുപോയി വെച്ചു. എത്ര സെന്റിമീറ്റർ മക്കളെ? എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും. 12 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പൊ ബാക്കി ഇത് മൊത്തം 50 അല്ലേ? ഇനിയോ 50 10 പോയാൽ 40, ഒരു 2 കൂടി പോയാൽ 38. ശരിയല്ലേ? 38 സെന്റിമീറ്റർ ഉണ്ടാവും മക്കളെ ഇത്. റൈറ്റ്? ഓക്കെ, ഇതാണ് അതിന്റെ ആദ്യം ഉണ്ടെങ്കിൽ സെന്റർ കേട്ടോ. ഇനി അടുത്ത്, അപ്പോൾ ഈ പിന്നെ 12 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് കൊണ്ടുപോയി വെച്ചപ്പോ 5 ഗ്രാമിന്റെ 2 കോയിൻസ് കൊണ്ടുപോയി വെച്ചു. ഓക്കെ അല്ലേ? നൗ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബാലൻസ്ഡ് അറ്റ് 45 സെന്റിമീറ്റർ. ഇനി പുതിയ ബാലൻസിങ് പോയിന്റ് എവിടെയാണ്? 45 സെന്റിമീറ്ററിലാണ്. എന്ത് പുതിയ ബാലൻസിങ് പോയിന്റ്? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി സ്റ്റിക്ക്? അങ്ങനെയാണെങ്കിൽ ആ സ്റ്റിക്കിന്റെ മാസ് എന്താ? മക്കളെ നന്നായി ശ്രദ്ധിക്കടാ. സ്റ്റിക്കിന്റെ മാസ് ആണ് കാണേണ്ടത്. എടോ, സ്റ്റിക്കിന്റെ മാസ് ശരിക്കും എവിടെ ആക്ട് ചെയ്യുക? ഈ സ്റ്റിക്കിന്റെ മാസ് അതിന്റെ സെന്ററിൽ തന്നെ ആക്ട് ചെയ്യുക എന്തായാലും. പക്ഷെ ബാലൻസിങ് ഇവിടേക്ക് മാറി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. നൗ ലിസൺ. ബാലൻസിങ് പോയിന്റിന്റെ പ്രത്യേകത, ബാലൻസിങ് പോയിന്റിൽ സിസ്റ്റം ബാലൻസ്ഡ് ആയി. സിസ്റ്റം ബാലൻസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അവിടെ നെറ്റ് ടോർക്കും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ബിക്കോസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം നൗ. അപ്പൊ ഇപ്പൊ ആ കോയിൻ അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ ഈ 45 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് സാധനം ബാലൻസ്ഡ് ആയത്. അപ്പൊ ശരിക്കും ഈ നീളം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 45 സെന്റിമീറ്റർ ആണ്. ഈ നീളം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? ഇത് എത്രയാണ്? 5 സെന്റിമീറ്ററുമാണ്. കൃത്യം കാര്യം മനസ്സിലാക്കുക. നൗ മക്കളെ ശ്രദ്ധിക്കടാ. ലിസൺ. നമ്മളുടെ മീറ്റർ സ്കെയിലിന്റെ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യാം മീറ്റർ സ്കെയിലിന്റെ സെന്റർ ഓഫ് മാസില. മീറ്റർ സ്കെയിലിന്റെ സെന്റർ എവിടെ? 50-ൽ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്കെയിലിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുക എന്ത് തന്നെ ആയാലും ഇവിടെയാണ് മീറ്റർ സ്കെയിലിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുക. ഒരു കാര്യം ചെയ്യ്, മീറ്റർ സ്കെയിലിന്റെ വെയിറ്റ് mg എന്ന് കൊടുത്താളാ. അപ്പൊ മാസ് ഓഫ് മീറ്റർ സ്കെയിൽ എന്താണ്? m ആണ്. സെറ്റ് അല്ലേ? റൈറ്റ്. നൗ ഇപ്പോൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച ഈ ഒരു കോയിൻ ഇല്ലായിരുന്നോ? ആ കോയിന്റെ വെയിറ്റ്, ആ കോയിൻ ശരിക്കും എത്ര മാസ് ഉണ്ടാ? 5 ഗ്രാം അല്ലേ പറഞ്ഞ്? 5 ഗ്രാം അല്ലേ പറഞ്ഞ്? 2 കോയിൻസ് ഓരോന്നും 5 ഗ്രാം. അപ്പൊ ടോട്ടൽ എത്രയായി? 2 ഉണ്ടല്ലോ. അപ്പൊ എത്രയായി? 10 ഗ്രാം. 10 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവൂടാ? അതിന് കിലോഗ്രാം ആക്കുമ്പോ 10 × 10⁻⁻3. അപ്പൊ എത്ര ഉണ്ടാവും? 10⁻². അപ്പൊ എത്ര കിലോഗ്രാമാ? 10⁻² കിലോഗ്രാമാ വെച്ചത്. അപ്പൊ എത്ര പിന്നെ വെയിറ്റ് ഉണ്ടാവും? 10⁻². mg ആണല്ലോ വെയിറ്റ്. 10⁻² × 10. അപ്പൊ എന്തായി? 10⁻⁻1. അപ്പൊ ഇവിടെ ഫോഴ്സ് എത്ര മക്കളെ? 10⁻⁻1 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പൊ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും 3 ഉണ്ട്. ഒന്നേതാണ്? ഒന്ന് ഈ ഫോഴ്സ്, 2 ഈ ഫോഴ്സ്, 3 ഈ ബാലൻസ് ചെയ്യുന്ന ഇയാള് മുകളിലേക്ക് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ടാവും. സെറ്റ് ആണല്ലോ? ഓക്കെ, തൽക്കാലം ഞാൻ റിയാക്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ അല്ലേ? റൈറ്റ്. നൗ ലിസൺ. ഇനി ഞാൻ പറയാണ്, ഈ സിസ്റ്റം ഇപ്പൊ എന്തിലാ? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് എന്താവണം? 0 ആവണം. മക്കളെ ശ്രദ്ധിക്കും. ഈ പോയിന്റിൽ ഈ സിസ്റ്റം ഉണ്ടാക്കുന്ന ടോർക്ക് 0 ആയിരിക്കണം. ഈ പോയിന്റിൽ ആരൊക്കെ ടോർക്ക് ഉണ്ടാക്കുക? ഈ ഫോഴ്സും ടോർക്ക് ഉണ്ടാക്കും. അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അത് ഓപ്പോസിറ്റ് ആണ്. കാരണം എന്താ? ഈ ആക്സിസിനെ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ കറക്കാൻ നോക്കും. അപ്പൊ ഈ ഫോഴ്സ് ഈ ആക്സിന് എന്ത് ചെയ്യും? ഇങ്ങനെയും കറക്കാൻ നോക്കും. അപ്പൊ റൊട്ടേഷൻസ് എന്താണ്? രണ്ടും ഓപ്പോസിറ്റാ. ടോർക്ക് എന്താണ്? ഓപ്പോസിറ്റാ. ഇനി അവർ ഈക്വലും കൂടി ആക്കിയാൽ മതി. അവരെ ഞാൻ ഈക്വൽ ആക്കാൻ പോവാ. ആദ്യം ഇയാൾ ഉണ്ടാക്കുന്ന ടോർക്ക് എങ്ങനെ കാണുക? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന്?
സെറ്റ് അല്ലേ? റെഡി. ഇനി അടുത്ത് ഇയാൾ ഉണ്ടാക്കുന്ന ടോർക്കോ ഫോഴ്സ് ഇൻറ്റു ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എല്ലാവരും നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, അത് ഇതല്ലേ വരികയാണ്. അപ്പൊ ഈസി. അപ്പൊ എന്താ മക്കളെ പറ, ഫോഴ്സ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് കാണണം. എടാ മക്കളെ, ഇതിപ്പോ 45 ഉണ്ട്. 45 നമുക്ക് ഇതല്ലേ വേണ്ടത്. അപ്പൊ 45 ഇത് കുറച്ചാ പോരേന്ന്. അപ്പൊ 45 മൈനസ് 12, 45 10 പോയാത്രേ 35, ഒരു 2 കൂടി പോയാത്രേ 33. അപ്പൊ എത്ര ഉണ്ടാവും? 33 സെന്റിമീറ്റർ ആണ്. അവിടെ കുഴപ്പമില്ല, കാരണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെന്റിമീറ്റർ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, കട്ടായി പോയിക്കോളും. ഓക്കെ, ഇനി ഈസ് ഈക്വൽ ടു, ഇനി ഇവ ഉണ്ടാക്കുന്ന ടോർക്ക് കാണണം മക്കളെ. അതെന്താ വരിക? ഈ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആ വരിക. അപ്പൊ എന്താ വരിക? mg ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 5 അല്ലടോ. അപ്പൊ എന്താ? ഇൻറ്റു 5. സെറ്റ് അല്ലേ? റെഡി. നമുക്ക് വേണ്ടത് മാസ് ഓഫ് സ്റ്റിക്ക് അല്ലേ. എടാ നോക്ക്, ഇതെന്താ വരിക? 3 10⁻⁻1 is equal to m into g into 5. g 10 എടുത്തോ. അപ്പൊ എന്താ? 10 into 5 50. So what is m? 33 10⁻⁻1 എന്താ? 3.3 by എന്തുണ്ടാകും? 50. ഇത്രയും എന്ത്? കിലോഗ്രാം. ഓക്കെ, ഇത്രയും കിലോഗ്രാം ഉണ്ടാവും. ഇനി ഗ്രാമിലേക്കാണ് പറയുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ? ഗ്രാമിലേക്കാണെങ്കിൽ എന്ത് ചെയ്യാം? 3.3നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഗ്രാമിലേക്ക് മാറും. ബൈ 50 ഉണ്ടാവും. സെറ്റ് അല്ലേ? ഈ 0 കട്ട് 100 എത്ര 5 ഉണ്ട്? 20. അപ്പൊ എത്ര ഉണ്ടാവും? 3.3 ഇൻറ്റു 20 ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 33 ഇൻറ്റു 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 66 ഗ്രാം എന്നുണ്ടാവും. സോ എത്ര മാസ് സ്റ്റിക്കിന്റെ? 66 ഗ്രാം. ചെയ്ത രീതി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക മക്കളെ. ഓക്കെ ആണോ? സെറ്റ് ആണോ? പെർഫെക്റ്റ് ആണോ മക്കളെ? ബി ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ടോർക്ക് 0 ആക്കുക എന്നൊരു കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിലാക്കുക. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ആ സിസ്റ്റത്തിലെ ഏത് ആക്സിസിൽ ഉണ്ടാക്കുന്ന ടോർക്കും എന്തായിരിക്കണം? 0 ആയിരിക്കണം എന്ന കോൺസെപ്റ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ടോർക്ക് വിത്ത് ആംഗുലാർ മൊമെന്റം. ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തു അത്. ഓക്കെ അല്ലേ? ഏതാ റിലേഷൻ? ടോ ഈസ് ഈക്വൽ ടു dl/dt. ഇത് നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ചെയ്ത ഒരു സംഭവമാണ്. 2 മാർക്കാണ്. കണ്ടല്ലോ ചോദിക്കുന്നത് മക്കളെ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോ ചോദിക്കുന്നത് കാണാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്നാഞ്ഞു പിടിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? വെറുതെ ഇരിക്കരുത്, നന്നായി ഇപ്പം തന്നെ പഠിച്ചങ്ങ് പോവാ. ബിക്കോസ് സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഫോർ യുവർ എക്സാമിനേഷൻ. റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The demonstration of conservation of angular momentum is schematically shown in the figures. ഈ ഫിഗറിൽ എന്ത് കൊടുത്തു മക്കളെ? നിങ്ങളുടെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഫോർ എൻട്രൻസ് ആസ് വെൽ. ഓക്കെ, നൗ ലിസൺ. ഡെമോൺസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരാളിങ്ങനെ കൈ വിടർത്തി കറങ്ങാണ്. കൈ വിടർത്തി കറങ്ങുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും, ഒമേഗ കുറവായിരിക്കും. കൈ അടുപ്പിച്ച് കഴിഞ്ഞാലോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും, അപ്പൊ ഒമേഗ എന്തെയും കൂടും. ഓക്കെ അല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുമ്പോൾ ആംഗുലാർ സ്പീഡ് എന്തെയും അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കൂടും. ഓക്കെ ആണല്ലോ? സെറ്റ്. ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഹാസ് മോർ ആംഗുലാർ വെലോസിറ്റി. അപ്പൊ എന്താ മക്കളെ? ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ, സോ ഒമേഗ കുറവ്. ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവ്, അതുകൊണ്ട് ഒമേഗ കൂടുതൽ. സോ ഏത് ഫിഗറിലാണ്? ഫിഗർ 2-ലാണ് ഏറ്റവും കൂടുതൽ മൊമെന്റ് ആംഗുലാർ വെലോസിറ്റി ഉള്ളത് കേട്ടോ മക്കളെ. സെറ്റ് അല്ലടാ? റെഡി അല്ലേ? പെർഫെക്റ്റ് അല്ലേ? Next question. The angular momentum of a particle is the rotational analog of its linear momentum. Linear momentum P. അതിന്റെ റൊട്ടേഷൻ മോഷനിലെ ആളാണ് ആര്? ആംഗുലാർ മൊമെന്റം. സെറ്റ് അല്ലടാ? റെഡി അല്ലേ? ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. The equation connecting angular momentum with linear momentum. ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ L is equal to R cross P. അല്ലെ? നമുക്ക് ഓപ്ഷൻ ഒന്നും വേണ്ട. L is equal to എന്താണ്? R cross P. ഇനി ഓപ്ഷൻ നോക്ക്, തെറ്റാണ്. L is equal to R cross P. റൈറ്റ് ആണ്. സോ അവർ ആൻസർ ഈസ് സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലടാ?
റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിക്കൽ ഡാൻസേഴ്സ് ബ്രിങ് their hands closer to their body to rotate faster. Okay അല്ലേ? യെസ്. നെയിം ദ പ്രിൻസിപ്പിൾ എംപ്ലോയ്ഡ് ബൈ them. ഒറ്റ പ്രിൻസിപ്പിൾ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. പറഞ്ഞു, എത്രയോ പ്രാവശ്യം പറഞ്ഞു മക്കളെ. ഓക്കെ, ഇനി അടുത്ത കാര്യം മക്കളെ എന്താ? ബി ക്വസ്റ്റ്യൻ റോളിംഗ് മോഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റോളിംഗ് മോഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതണ്ട, ബിക്കോസ് അത് ഒഴിവാക്കിയിട്ടുണ്ട്. റോളിംഗ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, റോളിംഗ് മോഷനിൽ 2 കൈനറ്റിക് എനർജി വരുന്നുണ്ട്. അപ്പോൾ റോളിംഗ് മോഷന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി ഒഴിവാക്കിയിട്ടുണ്ട്. സോ അതിലേക്ക് ഇപ്പൊ നമുക്ക് പോവണ്ട, അവിടെ ഇൻഡുട്ട് ഇത് വേണ്ട കേട്ടോ, ഈ ക്വസ്റ്റ്യൻ വേണ്ട നിങ്ങൾക്ക്. റൈറ്റ്. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സസ് മക്കളെ പറഞ്ഞു എന്താണ്? ടോർക്കാണ്. സെറ്റ് അല്ലേ മക്കളെ? ടോർക്കാണ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The turning effect of force is maximum when the angle between മക്കൾ ശ്രദ്ധിക്കുക. ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. എന്താണ്? ടോർക്ക്. ഫോഴ്സിന്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റ്, ട്വിസ്റ്റിംഗ് എഫക്റ്റ്, ടേണിംഗ് എഫക്റ്റ്, ഫോഴ്സിന്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റ്, ഫോഴ്സിന്റെ ടേണിംഗ് എഫക്റ്റ്, ഫോഴ്സിന്റെ ട്വിസ്റ്റിംഗ് എഫക്റ്റ്, ഇതൊക്കെ എന്താണ്? ടോർക്കാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഫോഴ്സ് ആണ് ടോർക്ക് ഉണ്ടാക്കല്. ഫോഴ്സ് കൊണ്ട് ഒരു ബോഡി കറങ്ങുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിന്ന? ടോർക്ക് ഉണ്ടായിന്ന. ടോർക്ക് ഉണ്ടെങ്കിലേ റെസ്റ്റ് ഉള്ള ബോഡി കറങ്ങുള്ളൂ. ഒരു ഫാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ഫാൻ കറങ്ങണമെങ്കിൽ there should be a torque and its value will be NIAB sin theta m cross b എന്ന് നിങ്ങൾ +2 4th ചാപ്റ്റർ ആയ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ അതിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതിൽ കൂടെ കറണ്ട് അങ്ങ് ഫ്ലോ ചെയ്യും. അപ്പൊ NIAB sin theta ഇതിന്റെ 1 ആവും. അപ്പൊ NIAB ഉണ്ടാവും. ടോർക്കാണത്. അത്രയും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം സ്വിച്ച് ഓഫ് ആക്കിയാലോ കറണ്ട് 0, NIAB 0, ടോർക്ക് 0. ആ ഫാനിൽ എന്തില്ല? ടോർക്കില്ല, ബോഡി റൊട്ടേറ്റ് ചെയ്യില്ല. റൈറ്റ്. ഓക്കെ ആണോ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നോക്ക്, അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ, ഫോഴ്സിന്റെ റൊട്ടേറ്റിംഗ് ഓർ ട്വിസ്റ്റിംഗ് ഓർ ടേണിംഗ് എഫക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? ടോർക്ക് എന്ന് വിളിക്കുക. സോ അപ്പൊ ഈ ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുക? ടോർക്ക് മാക്സിമം ആവുക എപ്പോഴാണ് ചോദിച്ചാൽ ടോർക്കിന്റെ ഇക്വേഷൻ എഴുതി നോക്കണം. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോർക്കിന്റെ ഇക്വേഷൻ R ക്രോസ് F അല്ലേ? R ക്രോസ് F അല്ലേ? R ക്രോസ് F എന്ന് പറഞ്ഞാൽ എന്താ? RF സൈൻ തീറ്റ. തീറ്റ എന്താ? ആറും എഫും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവല്? സൈൻ തീറ്റ 1 ആവുമ്പോൾ. അപ്പൊ തീറ്റ എത്ര? 90 ഡിഗ്രി. അപ്പൊ ആറും എഫും തമ്മിലുള്ള ആംഗിൾ എത്രയാകുമ്പോ? 90 ഡിഗ്രി ആകുമ്പോൾ അല്ലെ? അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് എത്ര ആകുമ്പോ? 90 ആകുമ്പോൾ സൈൻ തീറ്റ വാല്യൂ മാക്സിമം ആകും. അപ്പൊ ടോർക്ക് എന്താകും? മാക്സിമം ആകും. സോ ടോർക്ക് വിൽ ബി മാക്സിമം വെൻ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wheel starting from rest. ഒരു വീൽ എവിടുന്ന മക്കളെ തുടങ്ങുന്നത്? സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. സോ ഒമേഗ ഇനീഷ്യൽ ആംഗുലാർ സ്പീഡ് എന്താണ്? 0. Okay, acquires an angular velocity of 10 radian per second in 2 seconds. മക്കളെ എത്ര? 10 റേഡിയൻ പെർ സെക്കൻഡ് ആംഗുലാർ വെലോസിറ്റിയിലേക്ക് എത്തി. സോ വാട്ട് ഈസ് ഇറ്റ്സ് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി? 10 റേഡിയൻ പെർ സെക്കൻഡ്. എടാ അത് എത്ര സമയം കൊണ്ടാണ് എത്തിയത്? 2 സെക്കൻഡ് സമയം കൊണ്ടാണ് എത്തിയത്. സെറ്റ് അല്ലേ? നൗ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി വീൽ ഈസ്. അപ്പോ എന്ത് കാണടാ? മൊമെന്റ് ഓഫ് കാണണമെന്നല്ല, ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് വീൽ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര അവർ തന്നു? 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നവർ തന്നു. നൗ എന്ത് കാണടാ? ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എന്ത് കാണണം? ടോർക്ക് കാണണം. ടോർക്ക് എങ്ങനെ മക്കളെ കാണുക? I ആൽഫ അല്ലേ നമ്മളെ കയ്യില്? I ആൽഫ ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കാം. എന്താണ് മക്കളെ? I 0.4 ആണ്. എന്താ മക്കളെ ആൽഫ? ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ആക്സിലറേഷൻ. അപ്പൊ വേഗം ആലോചിച്ച് നോക്കുക. ലീനിയർ ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? V മൈനസ് U ബൈ ടി. അപ്പൊ ആംഗുലാർ ആക്സിലറേഷൻ എന്താ? ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനീഷ്യൽ ബൈ ടൈം ടേക്കൺ ആയിരിക്കും. അപ്പൊ ആൽഫക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനീഷ്യൽ ബൈ ടൈം ടേക്കൺ എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ 0.4 ഇൻറ്റു ഒമേഗ എഫ് 10 ആണ്, ഒമേഗ I 0 ആണ്. അപ്പോൾ 10 മൈനസ് 0 10 ഡിവൈഡഡ് ബൈ 2. സെറ്റടാ. ഈ 2ഉം 0.4ഉം കട്ടായി 0.2 ആവും. 0.2 ഇൻറ്റു 10 ഈസ് 2. സോ 2 ന്യൂട്ടൺ മീറ്റർ ആണ് ഇവിടുത്തെ എന്ത്? ടോർക്ക്. ദാറ്റ്സ് ഓൾ. മക്കളെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കാട്ടോ മക്കളെ. സെറ്റ് അല്ലേ? യെസ്. നൗ ലിസൺ. അടുത്ത, derive the mathematical relation between
ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക്. ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ. ഓക്കെ, ടോ ഇസ് ഈക്വൽ ഡി എൽ ബൈ ഡി ഡിറൈവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു മക്കളെ, അത് പറഞ്ഞ കാര്യമാണ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അത് നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചെയ്തു അല്ലേ, ഇനി ഞാൻ പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്ഫിയർ ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഡയമീറ്റർ. മക്കളെ ശ്രദ്ധിക്കുക, ഒരു സോളിഡ് സ്ഫിയർ ആണ്, ഒരു സോളിഡ് സ്ഫിയർ എൻ്റെ കയ്യിലുണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യാണ്. സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോൾ പോലത്തെ ഒരു സാധനം, ഉള്ളിലൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, സോളിഡ് സ്ഫിയർ ആണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്നു അബൌട്ട് എ ഡയമീറ്റർ. ഡയമീറ്ററിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നു അറ്റ് ആൻ ആംഗുലാർ വെലോസിറ്റി. എത്ര മക്കളെ? ഒമേഗയിൽ അത് കറങ്ങുന്നു. കറങ്ങട്ടെ. If it cools, അത് തണുക്കുന്നു, so that the radius reduces to 1/n of its original value. എടാ മക്കളെ, ഇനീഷ്യലി ഇവന്റെ റേഡിയസ് 6 ആയിരുന്നു, ഇവൻ തണുത്തു. ആര് തണുത്തു? ഈ സ്ഫിയർ തണുത്തു. ഈ സ്ഫിയർ തണുത്തപ്പോൾ അവന്റെ റേഡിയസ് എന്തായിട്ട് ചുരുങ്ങി? അവന്റെ റേഡിയസ് എന്തായിട്ട് ചുരുങ്ങി? അവന്റെ റേഡിയസ് ബിക്കംസ് r/n. നേരത്തുള്ള റേഡിയസിന്റെ 1/n ടൈംസ് ആയിട്ട് ചുരുങ്ങി. Now its angular velocity becomes. അപ്പോ ഇവന്റെ ഒമേഗ, അവന്റെ ഒമേഗ ഞാൻ ഒമേഗ ഡാഷ് എന്ന് വിളിക്കും. അപ്പോൾ അവന്റെ ഒമേഗ എന്ത് സംഭവിക്കും എന്നല്ലേ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇവന്റെ മാസ് m ആണ്, ഇവന്റെ മാസും m ആണ്. അപ്പൊ നമുക്കൊരു കാര്യം പറയാം. ഒരു സാധനം തണുത്തിട്ട്, ഈ ഒരു സാധനം തണുത്തിട്ട് റേഡിയസ് അങ്ങ് ചുരുങ്ങിയതാ ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇത് പെട്ടെന്ന് അങ്ങ് തണുപ്പിച്ചപ്പോ അങ്ങ് ചുരുങ്ങി. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ആയി ടോർക്ക് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് തണുപ്പിച്ചപ്പോൾ ചുരുങ്ങിയേ ഉള്ളൂ. സോ ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഓൺ ദിസ് ബോഡി, സോ ദാറ്റ് ഇറ്റ്സ് ആംഗുലാർ മൊമെന്റം ഷുഡ് ബി കൺസിഡേർഡ്. എടാ മക്കളെ, ഒരു ഹിന്റ് മനസ്സിൽ കയറ്റിയോ? ഒരു ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അതിന്റെ മുകളിലുള്ള അവിടെ എവിടെയെങ്കിലും കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം വന്നാൽ ഉറപ്പിച്ചോണ്ടി ഇത് അതിന്റെ ആപ്ലിക്കേഷനാണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ആ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എപ്പോഴും. അപ്പൊ ആ ഒരു കാര്യം നോട്ട് നിങ്ങൾക്ക് വേഗം എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ബുദ്ധിപരമായിട്ട് നീങ്ങുക. നൗ ലിസൺ, ഇവിടെ നമുക്കൊരു കാര്യം പറയാം. ഇവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ I1 എന്ന് വിളിക്കുകയാണ്. ഇവന്റെ ആംഗുലാർ വെലോസിറ്റി ω1 ആണ്, അത് ഒമേഗയാണ്. സെറ്റ് അല്ലേ? ഇനി ഇവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I2 ആണ്, ഇവന്റെ ആംഗുലാർ വെലോസിറ്റി I' ആണ്. എന്താണ് മക്കളെ I1 എന്ന് പറഞ്ഞാൽ സോളിഡ് സ്ഫിയർ ആണ്. അത് അതിന്റെ ഡയമീറ്ററിൽ വെച്ച് കറങ്ങുന്ന സമയത്ത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും. അത് 2/5 mr². 2/5 mr². സോളിഡ് സ്ഫിയർ ആണെങ്കിൽ. ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3 mr². അത് പഠിച്ചു വെക്കണം. ഓക്കെ, സോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, സോ ലിസൺ, I1 ഇസ് ഈക്വൽ ടു, പഠിക്കുന്നത് നല്ലതാണ്, 2/5 mr² ആണ് I1. ഓക്കെ ആണല്ലോ? അപ്പൊ മക്കളെ എന്തായിരിക്കും I2 വരിക? I2 becomes 2/5. മാസിന് മാറ്റല്ല, പക്ഷെ റേഡിയസ് എന്തായിട്ടുണ്ട്? r/n ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ക്വയർ ഉണ്ടാവുക. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം I1 ω1 ഷുഡ് ബി ഈക്വൽ ടു I2 ω2 ആണ്. മക്കളെ എന്താ I1? 2/5 mr² അല്ലേ? തീർച്ചയായിട്ടുമാണ്. എന്താ ω1? ഒമേഗയല്ലേ മക്കളെ? തീർച്ചയായിട്ടുമാണ്. അടുത്ത I2 എന്താ? 2/5 mr²/n² അല്ലേ? ഇൻറ്റു ω2 എന്താ? അത് നമുക്ക് ഒമേഗ ഡാഷ് എന്ന് വിളിച്ചാലാ. ഒമേഗ ഡാഷ് എന്നല്ലേ നമ്മൾ വിളിച്ചത്. ഓക്കെ, നൗ ലിസൺ. ഇനി നമുക്ക് നേരത്തെ വെട്ടോട് വെട്ട് നിരത്തി വെട്ട്. അപ്പൊ എന്താ മക്കളെ? ഒമേഗ ഇസ് ഈക്വൽ ടു 1/n² ഒമേഗ ഡാഷ്. What is omega dash? Omega dash is equal to n² omega. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ എന്താ? n² ടൈംസ് ഒമേഗ ആയിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടാവും അല്ലെ? അവർ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, കണ്ടോ? റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് ഒരു നീറ്റ് എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനും കൂടി അത്. സെറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? ഇവിടുന്ന് ചോദിക്കാവുന്ന ഇതേ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചോദിച്ചാലോ മക്കളെ ക്വസ്റ്റ്യന്? ഇഫ് എർത്ത് ഈസ് shrinked to its half, then what happens
what happens to the duration of a day. ഒരു ദിവസത്തിന്റെ ഡ്യൂറേഷന് എന്ത് മാറ്റം ഉണ്ടാവാന്ന്. എർത്ത് എന്തായാലും അങ്ങ് ചുരുങ്ങി പകുതി ആയാലും, എർത്ത് ചുരുങ്ങി പകുതി ആവുക പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് ഇതിങ്ങനെ ചുരുങ്ങി പകുതിയായി. റേഡിയസ് എന്തായിരുന്നു മക്കളെ? 6 ആയിരുന്നു, അതെന്തായി മാറി? 6/2 ആയിട്ട് മാറി. മാസിന് മാറ്റൊന്നുമില്ല, എമ്മും അത് കറങ്ങുന്ന ആക്സിസ് ഇതാണ്. എന്താ മക്കളെ? ഒരു ഡേ പറഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയമാണ്. ഭൂമി അതിന്റെ ആക്സിസിൽ ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്തെയാണ് എന്തെന്ന് വിളിക്കുക? നമ്മൾ ഒരു ഡേ അല്ലെ എന്ന് വിളിക്കുക. അപ്പോൾ 24 മണിക്കൂർ കൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യം കറങ്ങുക. അതിനെ ടൈം പീരീഡ് എന്ന് നമ്മൾ പറയും. അപ്പൊ ടൈം പീരീഡ് ഓഫ് എർത്ത് എന്താണ്? 24 hours ആണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. റൈറ്റ്? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട എന്ത് കോൺസെപ്റ്റ് ആണ്? ഇതേ കോൺസെപ്റ്റാ. I1 ω1 is equal to I2 ω2. എന്താ മക്കളെ? I1 ω1 is equal to I2 ω2. പിന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈം പീരീഡ് എന്ന ഇക്വേഷൻ മനസ്സിൽ വേണം. സോ അത് വെക്കുമ്പോൾ എന്താ? I1 2/5 mr² ഇൻറ്റു എന്താ? ω1 2π/T1 is equal to what is I2? 2/5. മാസിൽ മാറ്റമില്ല, പക്ഷെ 6/2 ആയി. അതിന്റെ സ്ക്വയർ ഉണ്ടാവും സെക്കൻഡ് പോയിന്റ് കേസിൽ. ഇൻറ്റു ω2 എന്താ? 2π/T2. ഓക്കെ ആണല്ലോ. സോ ഫ്രം ഹിയർ എന്തൊക്കെ കേട്ടോ? 2/5 m r². പിന്നെ ബാക്കി എന്തൊക്കെ ഉണ്ടാവുക? 2πയും കേട്ടോ. ഇനി ബാക്കി എന്താ മക്കളെ ഉള്ളത്? ലെഫ്റ്റ് സൈഡിൽ 1/T1 ബാക്കിയുണ്ട്, റൈറ്റ് സൈഡിലോ 1/4 ഇൻറ്റു എന്താ? 1/T2 ബാക്കി ഉണ്ടാവും. സോ വാട്ട് ഈസ് T2? T2 is equal to T1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു T1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് കേസിലെ ടൈം പീരീഡ്. ഫസ്റ്റ് കേസിലെ ടൈം പീരീഡിനെ അല്ലേ മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? 24 hours അല്ലേന്ന്. അപ്പൊ 24 hours by 4 ദാറ്റ് ബിക്കംസ് 6 hours. അപ്പൊ ഭൂമി എന്താവും? 6 മണിക്കൂർ കൊണ്ട് അങ്ങ് കറങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു ഡേന്റെ ഡ്യൂറേഷൻ 6 മണിക്കൂറായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ. ആ സാധാരണ ഒരു ദിവസത്തിന്റെ സമയത്തിൽ നമുക്ക് എത്ര ദിവസം കിട്ടും? 4 ദിവസം കിട്ടും. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ആ ഒരു കാര്യം പെർഫെക്റ്റ് ആയി മനസ്സിലാക്കുക. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. അപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്റർ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഞാൻ വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? പെർഫെക്റ്റ് ആണോ? റെഡി ആണോ? വേഗം പറ, വേഗം കമന്റ് ചെയ്യും. എല്ലാവർക്കും പെർഫെക്റ്റ് ആണോ? സെറ്റ് ആണോ? യെസ്, സെറ്റ് ആണ്. വെരി ഗുഡ്. Okay. Thank you for your response. Thank you. So we can move on to the next chapter, that is gravitation. മക്കളെ നോക്കടാ, ഗ്രാവിറ്റേഷനിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേഗം നോക്കാം. ലിസൺ. ഒന്നാമത്തെ, സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സ് ആൻഡ് ലോ ഓഫ് പീരിയഡ്സ്. മക്കളെ കെപ്ലേഴ്സ് 3 ലോസാ പറഞ്ഞത്. ഒന്ന് ലോ ഓഫ് ഓർബിറ്റ് ആണ്, അത് ഫസ്റ്റ് ലോ എന്നും പറയും. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ. രണ്ടാമത്തെ ലോ സെക്കൻഡ് ലോ, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. കെപ്ലേഴ്സ് സെക്കൻഡ് ലോയിൽ പറഞ്ഞത് ലോ ഓഫ് ഏരിയാസ് ആണ്. മൂന്നാമത്തെ ലോ ആണ് കെപ്ലേഴ്സ് തേർഡ് ലോ. അതിനെ എന്താണ്? ലോ ഓഫ് പീരിയഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലോ ഓഫ് ഹാർമോണിക് എന്നും വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ 3 ലോസ് ആണ് ആര് പറഞ്ഞത്? കെപ്ലേഴ്സ് പറഞ്ഞത് അല്ലേ? അപ്പൊ കെപ്ലേഴ്സിന്റെ ലോ ഓഫ് ഓർബിറ്റ്സും ലോ ഓഫ് പീരിയഡ്സും എന്ന് പറഞ്ഞാൽ ഇത് എന്താ മക്കളെ? ഫസ്റ്റ് ലോ. എന്താണ്? കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ. അടുത്ത എന്താണ്? കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. സോറി, സെക്കൻഡ് അല്ല, പീരിയഡ്സ് അല്ലേ, തേർഡ് ലോ ആണ്. തേർഡ് ലോ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി എന്താണ് ഫസ്റ്റ് ലോ? എന്താണ് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ? എന്താണ്? എവറി പ്ലാനറ്റ്, എല്ലാ പ്ലാനറ്റ്സും, എവറി പ്ലാനറ്റ്സ് revolve around the sun in an elliptical orbit at which sun will be at one of
its foci. ഓക്കെ, എന്താ പറഞ്ഞത് മക്കളെ, എന്താ പറഞ്ഞത്? അതായത് എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൂടെ കറങ്ങുന്നു. ആ എലിപ്സിന്റെ ഒരു ഫോക്കസിൽ ആര് കാണും? സണ്ണ് കാണും. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ ഒരു ഫിഗർ വരച്ചാൽ വളരെ വണ്ടർഫുൾ ആവും. എലിപ്സ് വരക്കുക. ഇതാരാണ്? പ്ലാനറ്റ് ആണ്. ഇത് പ്ലാനറ്റ് ആണ്. ഇവിടെ ഇത് ഫോക്കസ് ആണെങ്കിൽ ഇവിടെ ആര് കാണും? ഇവിടെ ആര് കാണും? സണ്ണ് കാണും. ഓക്കെ ആണല്ലോ? ഇത് ജസ്റ്റ് വരച്ചാൽ പെർഫെക്റ്റ് ആയി. ഇനി അതിന്റെ തേർഡ് ലോ എന്താ മക്കളെ? തേർഡ് ലോ എന്താണ്? കെപ്ലേഴ്സ് തേർഡ് ലോ. എടാ മക്കളെ, കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കെപ്ലേഴ്സ് തേർഡ് ലോ അറിയോ? വേഗം ആ ഇക്വേഷൻ മനസ്സിൽ വെച്ചാൽ മതി. വേഗം പറയാം. T² പ്രപ്പോർഷണൽ ടു a ക്യൂബ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ഇക്വേഷൻ. ഒരു എലിപ്സ് വരക്കുക. ആ എലിപ്സിലൂടെ ഇത് സണ്ണാണ്, ഇതാരാണ്? പ്ലാനറ്റ് ആണ്. ഓക്കെ, പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ട് ആക്സിസ് കാണിക്കണം മക്കൾ. നോക്ക്, ആക്സിസുകൾ രണ്ടെണ്ണം. മേജർ ആക്സിസ്, ഇതെന്താ? മൈനർ ആക്സിസ്. ഇതാണ് സെമി മേജർ ആക്സിസ് എ. സെമി മേജർ ആക്സിസ്, മേജർ ആക്സിസിന്റെ പകുതി. നൗ ലിസൺ, എന്താണ് കെപ്ലേഴ്സ് തേർഡ് ലോ? അതായത് ഇത്രേ പറഞ്ഞുള്ളൂ. ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ. അതായത് ഒരു പ്ലാനറ്റിന്റെ സണ്ണിന് ചുറ്റുമുള്ള കറങ്ങുന്ന അതിന്റെ ടൈം പീരീഡിന്റെ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പൊ എന്താ മക്കളെ കെപ്ലേഴ്സ് തേർഡ് ലോ? കെപ്ലേഴ്സ് തേർഡ് ലോ ഈസ് ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ്, time period of a planet around the sun is directly proportional to cube of semi major axis of its elliptical orbit. ഇത്രേ ഉള്ളൂ മക്കളെ. ഓക്കെ അല്ലേ? ഇത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ആ റിലേഷൻ പഠിച്ചു. T square is proportional to a cube എന്ന റിലേഷൻ പഠിച്ചാൽ ഇത് രണ്ടും സെറ്റ് ആണ്. ഓക്കെ ആണോടാ? അടുത്ത ക്വസ്റ്റ്യൻ, what is next? The minimum speed with which an object is projected such that it permanently escapes from gravitational field of earth. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ബോഡിയെ ഒരു മിനിമം വെലോസിറ്റിയിൽ എറിഞ്ഞു, മിനിമം സ്പീഡിൽ എറിഞ്ഞു. ആ ബോഡി ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ട് പെർമനന്റ്ലി ഇവിടുന്ന് പോയി. അങ്ങനെ ആ സാധനത്തിന്, ആ സ്പീഡിനെ, ഇവിടുന്ന് ആ എറിഞ്ഞ ആ സ്പീഡിനെ വിളിക്കുന്ന പേരെന്താണ്? എസ്കേപ്പ് സ്പീഡ്. അല്ലെ? അപ്പൊ എസ്കേപ്പ് സ്പീഡ് എന്താന്നുള്ള ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചു വെക്കണം ഡെഫിനിഷൻ എന്താ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ an expression for escape speed from earth. എർത്തിൽ നിന്നുമുള്ള എസ്കേപ്പ് സ്പീഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ കാണണം. സോ ഡെറിവേഷൻ ആണ്, 3 മാർക്കിന് ചോദിക്കും മക്കളെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എസ്കേപ്പ് സ്പീഡിന്റെ കണ്ടെത്താം. നോക്കിക്കേ, ഇത് എർത്തിന്റെ സർഫസ്. ഇവിടുന്ന് ഒരു ബോഡി എൻ്റെ കയ്യിൽ, m മാസ് ഉള്ള ഒരു ബോഡി. ഈ ബോഡിയെ ഞാൻ എറിഞ്ഞിട്ട് എവിടേക്ക് എത്തിക്കണം മക്കളെ? പറ. ഇവനെ ഞാൻ എവിടേക്ക് എത്തിക്കണം? ഇവനെ ഞാൻ ഇൻഫിനിറ്റിക്ക് എത്തിക്കണ്ടേ? ലിസൺ, ഇവനെ ഞാൻ എന്ത് ചെയ്യണം? ഇവനെ ഞാൻ ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് ഇങ്ങനെ ഇൻഫിനിറ്റിക്ക് എത്തിക്കണം. ഇൻഫിനിറ്റിയിൽ എത്തിക്കിട്ടിയാൽ എന്തായി? ഓൻ ഇവിടുന്ന് വിട്ടു, ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ടു, അവൻ സെറ്റ് അല്ലേ? ഓക്കെ ലിസൺ, അപ്പൊ നോക്കടാ, ഇത് എവിടെയാ സ്ഥലം? ഇത് ഇൻഫിനിറ്റി. എവിടെയാണ്? ഇൻഫിനിറ്റി. മക്കളെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ബോഡിനെ ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബോഡിന്റെ മുകളിൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടാ പിന്നെ ആ ബോഡിയിൽ ഒരൊറ്റ ഫോഴ്സേ ആക്ട് ചെയ്യുന്നുള്ളൂ, അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോഡിയിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. എന്താ ഈ ടോട്ടൽ മെക്കാനിക്കൽ എനർജി? പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മാണ് എന്ത്? മെക്കാനിക്കൽ എനർജി. അത് കൺസർവ് ചെയ്തിരിക്കും, കണ്ടിപ്പാ അത് കൺസർവ് ചെയ്തിരിക്കും, അതൊരു സംശയവും വേണ്ട. അപ്പൊ ഒരു കാര്യം നമുക്ക് പറയാം, നമ്മൾ ഇവിടുന്ന് ഒരു ബോഡിയെ മുകളിലേക്ക് എറിയുമ്പോൾ ആ ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അങ്ങനെ ഈ സാധനം ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ
ആ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ് ഇതിങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ആവാൻ പാടില്ല. കൈനറ്റിക് എനർജി മാറും, പൊട്ടൻഷ്യൽ എനർജി മാറും. കൈനറ്റിക് എനർജി കുറയും, പൊട്ടൻഷ്യൽ എനർജി കൂടും. പക്ഷെ അവിടെ സമ്മ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് ഇൻഫിനിറ്റി എത്തും. ഇൻഫിനിറ്റി എത്തുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ കൈനറ്റിക് എനർജി 0ആണ്. സെറ്റ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയും എന്താണ്, 0ആണ്. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും 0 ആകും. കാരണം എന്താ, ഇൻഫിനിറ്റി എത്തി ആ ബോഡിക്കട നിൽക്കാം. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ഞാൻ അതിനെ ഫൈനൽ എന്ന് വിളിക്കാം, അത് 0 ആയി. പിന്നെ ഇൻഫിനിറ്റിയുള്ള പൊട്ടൻഷ്യൽ എനർജി, ഒരു ബോഡിയുടെ സ്മോൾ എം മാസ് ഉള്ള ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ, -gmm/r. ആർ ഇൻഫിനിറ്റി ആയി. അപ്പൊ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ വാല്യൂ എന്താ, 0. അപ്പൊ എന്തായി മാറി, പൊട്ടൻഷ്യൽ എനർജി 0ആണ്. അപ്പൊ ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഒരു ബോഡിന്റെ എന്താ, 0 ആണ്. ബോഡി അവിടെ നിന്നല്ലോ, കൈനറ്റിക് എനർജി 0. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്താണ്, 0. കൈനറ്റിക് എനർജിയും ഫൈനൽ എന്താണ്, 0. ഇനി ഇവിടെ അവന്റെ കൈനറ്റിക് എനർജി എന്താ മക്കളെ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താ, 0 അല്ല. ഞാൻ അവനെ എറിയുന്നുണ്ട്, എത്ര സ്പീഡില്, എസ്കേ വെലോസിറ്റിയിൽ, VE ഞാൻ എറിയുന്നത് അല്ലേ. അപ്പൊ അവന്റെ വെലോസിറ്റി എന്താ, അല്ലെങ്കിൽ സ്പീഡ് എന്താ, VE. അപ്പൊ അവന്റെ കൈനറ്റിക് എനർജി എന്താ, ½ ഇൻറ്റു മാസ് ഓഫ് ദാറ്റ് ബോഡി സ്മോൾ എം ഇൻറ്റു അവന്റെ സ്പീഡിന്റെ സ്ക്വയർ. എന്താണ് മക്കളെ അവന്റെ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യലി, പറ, മൈനസ് ഈ പ്ലാന്റിന്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്ന് വിചാരിക്കും, ഇവന്റെ മാസ് സ്മോൾ എം ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്താ അവന്റെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ, -GM ബൈ ഭൂമിന്റെ അല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. അങ്ങനെ വെച്ചാൽ ബൈ ക്യാപിറ്റൽ R ഉണ്ടാവും. സോ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി മക്കളെ ഏറ്റവും സിമ്പിൾ, അതായത് ഇതിന്റെ ഡെറിവേഷൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞു കേട്ടോ, ഇതിനേക്കാൾ സിമ്പിൾ മെത്തേഡ് ഇല്ല. സോ ലിസൺ. അപ്പൊ നമുക്ക് എന്താ, ടോട്ടൽ മെക്കാനിക്കൽ കൺസർവ് ചെയ്യണ്ടേ. അപ്പൊ കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഷുഡ് ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ, പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ, ഓക്കെ. ഇതെന്താ, കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്താ, ½ പ്ലസ് എന്താ, പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ -GMM/r is equal to 0 plus 0. That is ½ mVE² is equal to GMM/r എന്നെഴുതാം. ആര് കട്ട്, സ്മോൾ എം കട്ട്. സോ വാട്ട് ഈസ് VE², that is equal to 2GM/r എന്ന് വരും. സെറ്റ് അല്ലേ? വാട്ട് ഈസ് VE, എസ്കേപ്പ് വെലോസിറ്റി എന്താ, √2GM/r. സെറ്റ് ആണല്ലോ. സോ വി ഗോട്ട് എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിൾ രീതിയാണ്. ഇതിന് വേറെയും രീതികളുണ്ട്. ഒരു ബോഡിയെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാനുള്ള വർക്ക് നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ കണ്ടിട്ട് അതിനെ ½ mVE² ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്റഗ്രേഷൻ, ആ സംഭവങ്ങൾ ഞാൻ ടാക്കിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ കോൺസെപ്റ്റിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. മറ്റു രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടും. കാരണം ഒക്കെ സെയിം കോൺസെപ്റ്റ് ആണ്. ഇതിനൊക്കെ പിന്നിൽ വരുന്ന കോൺസെപ്റ്റുകൾ സെയിം ആണ്. അടിപൊളി കോൺസെപ്റ്റുള്ള ഒരു ചാപ്റ്ററാണ് മക്കളെ ഗ്രാവിറ്റേഷനും വർക്ക് എനർജിയും കൂടി ഇങ്ങനെ ക്ലബാക്കി പഠിച്ചാണ്ടല്ലോ പോയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഷോ ദാറ്റ് എസ്കേപ്പ് സ്പീഡ് ഈസ് √2 ടൈംസ് ഓർബിറ്റൽ സ്പീഡ്. അപ്പൊ മക്കളെ ഓർബിറ്റൽ സ്പീഡിന്റെ √2 ടൈംസ് ആണ് എസ്കേപ്പ് സ്പീഡ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യണം. യെസ്. ഓക്കെ, സോ ലിസൺ. സോ what is expression for escape velocity? √2GM/r ആണ്. സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? നൗ ലിസൺ. എന്താണ് ഓർബിറ്റൽ സ്പീഡ്? ഓർബിറ്റൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ √GM/r ആണ്. ഓക്കെ, ഇത് മിനിമം ഓർബിറ്റിന്റെ കേസ് ആട്ടോ. മിനിമം ഓർബിറ്റിന്റെ കേസ് ആണ് ഏത്, √GM/r. ഇല്ലെങ്കിൽ √GM/r + h എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. സോ ലിസൺ, ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് VE? VE എന്ന് പറഞ്ഞാൽ √2GM/r അല്ലേ? അതിനെ ഞാൻ √2 × √GM/r എന്ന് എഴുതിയാൽ
റൂട്ട് 2 ഇൻറ്റു എന്താ റൂട്ട് ജി എം ബൈ ആർ, അത് വി ഓർബിറ്റലാണ്. സോ ഹിയർ വി ഗോട്ട് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് 2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. അടുത്ത് വിച്ച് റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റിന്റെ സെക്ഷൻ നിങ്ങൾ സിലബസ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ റിവോൾവ് ഇൻ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. പോളാർ സാറ്റലൈറ്റ്സോ ഇറ്റ് വിൽ റിവോൾവ് ഇൻ ദ പോളാർ പ്ലെയിൻ. ഓക്കെ ആണല്ലോ? ഒന്നത് പറയാം. പിന്നെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ 24 hours ആണ്. ഇറ്റ് ഇസ് സെയിം ആസ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എർത്ത് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ ടൈം പീരീഡിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. എന്നാൽ ആ ടൈം പീരീഡിലല്ല ആ റൊട്ടേറ്റ് ചെയ്യുക, പോളാർ സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുക. അത് പറയാം. പിന്നെ പോളാർ സാറ്റലൈറ്റ്സ് സ്പൈ ആക്ഷനൊക്കെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ്സ് ആണ്. പിന്നെ ജിയോ സ്റ്റേഷനറി എന്താണ്, ഈ വെതർ ഫോർകാസ്റ്റിങ്ങിനും മിലിറ്ററി പർപ്പസിനും ഒക്കെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ്സ് എന്ന് പറയാം. അങ്ങനെ എക്സാമ്പിൾസ് മീൻസ് ഡിഫറൻസുകൾ കുറെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഒരുപാട് ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ആംഗുലാർ സ്പീഡ് എർത്തിന്റെ ആംഗുലാർ സ്പീഡുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് ആംഗുലാർ സ്പീഡ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് എർത്ത് എന്നായിരിക്കും 0 ആയിരിക്കും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പോകണമെന്നില്ല, ബിക്കോസ് അത് റിമൂവ് ചെയ്ത ടോപ്പിക് ആയതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ അധികം കടക്കണ്ട. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചാൽ നല്ലത്, ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഉറപ്പില്ല. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാം മക്കളെ. സെറ്റ് അല്ലേ മക്കളെ? നോക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് എൻ ഒബ്ജെക്ട് ഫ്രം ദ എർത്ത് ഈസ് 11.2 km/s. ശ്രദ്ധിക്കണം, കിലോമീറ്റർ പെർ സെക്കൻഡാ. ഒരു സെക്കൻഡിൽ അത്ര കിലോമീറ്റർ പോകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 11.2 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പോകത്തക്ക രീതിയിൽ ഒരു കല്ല് നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് പിന്നെ മടങ്ങി വരൂല, അത് പോയി. അത് നിങ്ങൾ ഏത് ആംഗിളും നേരെ മുകളിലേക്ക് എറിയണം നിർബന്ധമല്ല, ഏത് ഇൻക്ലിനേഷനിൽ എറിഞ്ഞാലും ഒക്കെ പോകും. അപ്പൊ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇവിടെ ബാധിക്കുന്നില്ല. നിങ്ങൾ എറിയുന്ന സ്പീഡ് 11.2 ആയാൽ മതി. ചെരിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല, കുത്ത എറിഞ്ഞാലും കുഴപ്പമില്ല, അത് എസ്കേപ്പ് വെലോസിറ്റി ആണ്, പോവും, ഭൂമിയിൽ നിന്ന് പോവും. ഓക്കെ ആണല്ലോ? സെറ്റ്. ഇനി ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ്. ലിസൺ മക്കളെ, എന്താണ് എസ്കേപ്പ് സ്പീഡ്? It is the minimum speed with which a body can be projected at which it will be permanently escape from the gravitational field. എന്താ മക്കളെ? It is the minimum speed. It is the minimum speed. It is the minimum speed with which a body is projected at which it will escape permanently from gravitation fields. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്. How escape speed is related to mass of the object. മക്കളെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്ക്, ഈ എങ്ങനെയാണ് മാസുമായി ബന്ധം. അപ്പോൾ എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? √2gm/r. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ ഒരു സ്മോൾ എം കട്ടായി പോയില്ലേനോ? ഈ സ്മോൾ എം എന്താ? എറിഞ്ഞ ബോഡിയുടെ മാസ. ക്യാപിറ്റൽ എമ്മോ നിങ്ങൾ ഏത് പ്ലാനറ്റിൽ നിന്നാണോ എറിഞ്ഞത് ആ പ്ലാനറ്റിന്റെ മാസാണ് എന്ത്? ക്യാപിറ്റൽ എം. അപ്പൊ ഇക്വേഷനിൽ വന്നാലാ ക്യാപിറ്റൽ എം, ആരില്ല, സ്മോൾ എം ഇല്ല. എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് സ്പീഡ് റിലേറ്റഡ് ടു മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നിങ്ങൾ എറിയുന്ന ബോഡിയുടെ ഒബ്ജക്റ്റിന്റെ മാസുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അപ്പൊ എന്താ ഇറ്റ് ഈസ് മാസ് ഓഫ് ഒബ്ജക്റ്റ് does not depends on escape speed. എസ്കേപ്പ് സ്പീഡിനെ മാസ് ഓഫ് എറിയുന്ന ബോഡിയുടെ മാസ് ഡിപ്പെൻഡ് ചെയ്യില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ ആണല്ലോ മക്കളെ? പെർഫെക്റ്റ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് നിങ്ങൾ ചൂസ് ചെയ്യണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത്
ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. എടാ നമ്മൾ ഭൂമിന്റെ സർഫസിൽ നിന്ന് ഹൈറ്റിലേക്ക് ആൾട്ടിറ്റ്യൂഡിലേക്ക് ഇങ്ങനെ പോകും തോറും അവിടെ ജി വാല്യൂക്ക് എന്താ സംഭവിക്കുക? അത് ഡിക്രീസ് ചെയ്യും. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. ഭൂമിന്റെ സർഫസിൽ നിന്ന് കുഴിച്ചടിയേക്ക് പോവുകയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും മക്കളെ? ഡിക്രീസ് ചെയ്യും, കുറയും. അടുത്ത്, ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് ഓർ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എനർജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. ഓർബിറ്റിംഗ് ചെയ്യുന്ന സാറ്റലൈറ്റിന്റെ 3 എനർജീസാ: കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. മക്കളെ എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ് എന്താ? ദാറ്റ് ഈസ് Gm/2 into R+H. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ Gmm/2R എന്നും പറയാറുണ്ട്. എന്താണ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ -Gmm/2R ആണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി സാറ്റലൈറ്റിൻ്റെത്? -Gmm/R ആണ്. ഇനി നമുക്ക് പറയാം, ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ്. എടാ കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് അല്ലേ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി പറഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവ് കൊടുത്താൽ പോരെയെന്ന്. രണ്ടും സെയിം അല്ലേ? ഓക്കെ, വാല്യൂ സെയിമാ, സൈൻ ഡിഫറെന്റാ. ഇപ്പൊ നെഗറ്റീവ് ഓഫ് എന്താണ് വരിക? നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, the polar satellite go around the earth in north to south direction or അപ്പോൾ നമുക്ക് ഇത് വേണ്ട മക്കളെ, ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് നമുക്ക് വേണ്ടാത്ത സാധനമാണ് കേട്ടോ. ഓക്കെ, പോളാർ സാറ്റലൈറ്റ്സ് എപ്പോഴും നോർത്ത് സൗത്ത് ആണ് ഉണ്ടാവുക, ഈസ്റ്റ് വെസ്റ്റ് അല്ല ഉണ്ടാവുക. ഓക്കെ, അതാണ് ആൻസർ. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേണ്ട, റൈറ്റ്? ഓക്കെ, സ്റ്റേറ്റ് കെപ്ലേഴ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ടൈം പീരീഡ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഏതാണ്? കെപ്ലേഴ്സ് തേർഡ് ലോ, T² proportional to A ക്യൂബിന്റെ കേസ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് an expression for the variation of small g with height above the surface of earth. മക്കളെ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ ഹൈറ്റിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ എങ്ങനെ ഉണ്ടാവുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ഡ്രൈവ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ. നോക്കടാ, ഇത് എർത്തിന്റെ സർഫസ്. എർത്തിന്റെ സർഫസിൽ ഞാൻ ഒരു ബോഡി വെച്ചു. ബോഡി വെച്ചാൽ ആ ബോഡിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി വാല്യൂ ആണ് G ഇൻറ്റു എർത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ എർത്തിന്റെ അങ്ങോട്ടേക്കുള്ള റേഡിയസിന്റെ സ്ക്വയർ. ദിസ് ഇസ് R. ഇയാളെ ഞാൻ H ഹൈറ്റിക്ക് പൊക്കുകയാണ്. ഇയാളെ ഞാൻ എന്ത് ചെയ്യടാ? H ഹൈറ്റിക്ക് പൊക്കുകയാണ്. ഇയാളെ ഞാൻ H ഹൈറ്റിക്ക് പൊക്കിയതാ ഇവിടെ വെച്ചു. അവിടെ വെച്ചപ്പോഴുള്ള H ഹൈറ്റിക്ക് പൊക്കിയപ്പോഴുള്ള അയാളുടെ G വാല്യൂ G' ആയി. അപ്പൊ G' എന്താ മക്കളെ പറ? G ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ R അല്ല, R+H ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? Put this equation number 1 and this equation number 2. So 2/1 അടിക്കുമ്പോൾ എന്താ മക്കളെ കിട്ടടാ? G' G is equal to Gm/R+H the whole square by Gm/R² എന്ന് വരികയും Gm കട്ടാവുകയും R²/R+H whole square എന്ന് വരികയും ചെയ്യും. Now listen, now what becomes G'/G? മക്കളെ നോക്കണേ, what is G'/G? അത് R²/R+H whole square. എന്താടാ R+H whole square? R² plus 2RH plus H². That is equal to R² divided by, ഞാൻ ഇവിടുന്ന് ഒരു R² പുറത്തേക്ക് എടുത്താൽ R² എന്നുള്ളത് 1 ആവും പ്ലസ് 2RH എന്ന് പറയുമ്പോൾ അത് 2H/R എന്ന് വരൂലേ, പ്ലസ് H² എന്നുള്ളത് H²/R² എന്നാവൂലേ? ആവും. ഇവിടെ നോക്ക്, ഇവിടുന്ന് R² ഫുള്ള് പോയി, ഇവിടെ ഒരു ആറേ ഉള്ളൂ. അപ്പൊ ബൈ എന്ത് വരണം? ഒരു R വരണം. ഇവിടെ ഒറ്റ ആറും ഇല്ല, അപ്പൊ എന്ത് വരണം? ബൈ R² വരണം. ഇനി സംശയം ഉണ്ട്, ഇത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആക്കി നോക്ക്. അപ്പൊ എന്താ കിട്ടുക? R² × 1 R², R² 2H/R. അപ്പോൾ വേറെ കട്ടാകുമ്പോൾ എന്താ? 2HR 2RH. പിന്നെ R² ഇത് ചെയ്യുമ്പോൾ R² കട്ടാകുമ്പോൾ എന്താ? H². ഇത് വരും. ക്ലിയർ? നൗ ആര് കട്ടായടാ? ആര് കട്ടായി? R² കട്ടായി. ഇനി ബാക്കി എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 1² എഴുതി,
2നെ 2 ഇൻറ്റു 1 ഇൻറ്റു എച്ച് ബൈ ആർ എന്ന് എഴുതി, കുഴപ്പമൊന്നുമില്ല. 2h/r അല്ലെ പ്ലസ് എന്താ h/r ദ ഹോൾ സ്ക്വയർ. ഈ സാധനം ഇപ്പം എന്തായി മക്കളെ, എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റാ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് h/r ദ ഹോൾ സ്ക്വയർ എന്നെഴുതാം. അതാണ് മക്കളെ എന്ത്, g'/g. ഓക്കെ, ഈ സാധനം നമ്മളൊന്ന് വൃത്തിയാക്കി എഴുതുമ്പോൾ എന്താ വരിക, g'/g ഇസ് ഈക്വൽ ടു 1 പ്ലസ് h/r ഹോൾ റേസ് ടു -2 എന്ന് വരും. സെറ്റ് അല്ലേ മക്കളെ? സോ ദാറ്റ് ഈസ് g' is equal to g into 1 plus h/r whole raised to -2 എന്നെഴുതാം. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. കൂടാതെ ഒരു കാര്യം കൂടി പറയാം, ഇഫ് h is very very less than r, h ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ by binomial expansion we can write g' is equal to g into 1 minus 2h/r എന്ന ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. സോ നമുക്ക് ഇത് എല്ലായിടത്തും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല. എച്ച് വളരെ ചെറുതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എച്ച് ഒരു 100 കിലോമീറ്ററിൻ്റെ ഒക്കെ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 minus 2h/r എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് ആണോ? വേം പറഞ്ഞേ. പെർഫെക്റ്റ് അല്ലടാ, സെറ്റ് അല്ലടാ, റെഡി അല്ലടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ that is Kepler formulated 3 laws of planetary motion. കെപ്ലർ 3 ലോസ് പറഞ്ഞു പ്ലാനറ്ററി മോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സോ സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്. ഒരു പ്രാവശ്യം അല്ല, 2-3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ഇനി പറയില്ല കേട്ടോ. ഓക്കെ, സോ കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ് ആ തേർഡ് ലോ. നെക്സ്റ്റ്, എ സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ്. മക്കളെ ഈസ് ബി ക്വസ്റ്റ്യൻ. സാറ്റേൺ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ, സാറ്റേൺ കറങ്ങുന്ന ടൈം പീരീഡ് ആണ്. അപ്പൊ സാറ്റേണിന്റെ ടൈം പീരീഡ് 29.5 ടൈംസ് ദ എർത്ത് ഇയർ എന്ന് പറഞ്ഞാൽ ടൈംസ് ദ എർത്ത് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ, ടൈം പീരീഡ് ഓഫ് എർത്ത് ആണ്. റൈറ്റ്, ഇനി അടുത്ത് എന്താ, ഹൗ ഫാർ ഈസ് ദ സാറ്റേൺ ഫ്രം ദ സൺ. സണ്ണിൽ നിന്ന് സാറ്റേണിലേക്കുള്ള അകലം എന്താ എന്ന് പറഞ്ഞാൽ AS കാണണം. ഓക്കെ അല്ലേ? ഇഫ് ദ എർത്ത് ഈസ് 1.5 10 raised to 9 kilometers. So what is a earth? 1.5 into 10 raised to 9 kilometer away from the sun. Okay, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എടാ മക്കളെ ശ്രദ്ധിക്കുക, എന്താണ് TS സ്ക്വയർ? TS സ്ക്വയർ പ്രപ്പോർഷണൽ ടു AS ക്യൂബ് അല്ലേ സാറ്റേണിന്റെ കേസിൽ. നൗ എന്താ മക്കളെ ടി എർത്ത് സ്ക്വയർ പ്രപ്പോർഷണൽ ടു A എർത്ത് ക്യൂബ് അല്ലേ എന്ന്. രണ്ട് റിലേഷൻസും ഡിവൈഡ് ചെയ്ത് നോക്കടാ. അപ്പൊ നമുക്ക് കാണേണ്ടത് ഏതാ? നമുക്ക് കാണേണ്ടത് AS ആ കാണേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ TS സ്ക്വയർ ബൈ TE സ്ക്വയർ ഇസ് ഈക്വൽ ടു, പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ രണ്ടിടത്തും ഈക്വൽ ടു കൊടുക്കുമ്പോൾ രണ്ട് സ്ഥലത്തും കോൺസ്റ്റൻസ് ഉണ്ടാവും, ആ രണ്ട് കോൺസ്റ്റൻസും കട്ടാവും. ഓക്കെ, അപ്പൊ ഈക്വൽ ടു വരുമ്പോൾ എന്താ വരിക, AS ക്യൂബ് ബൈ AE ക്യൂബ് ഉണ്ടാവും. സോ TS എന്ന് പറഞ്ഞാൽ എന്താ, 29.5 TE അല്ലെ, അതിന്റെ എന്തുണ്ടാകും, സ്ക്വയർ ഉണ്ടാകും, ബൈ TE സ്ക്വയർ ഈസ് ഈക്വൽ ടു AS ക്യൂബ് ബൈ AE ക്യൂബ്. AE എന്ന് പറഞ്ഞാൽ എന്താ, 1.5 10 raised to 9 അതിന്റെ എന്ത്, ക്യൂബ്. എടാ ഇവ ടി സ്ക്വയറും ഈ TE സ്ക്വയറും കട്ടാവൂലേ? കട്ടാവും. ബാക്കി എന്താ ഉള്ളത് പറ. ബാക്കി ഒരു 29.5 സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇസ് ഈക്വൽ ടു AS ക്യൂബ് ബൈ 1.5 into 10 raised to 9 ഹോൾ ക്യൂബ് ഉണ്ടാവും. സോ വാട്ട് ഈസ് AS ക്യൂബ്? AS ക്യൂബ് എന്ന് പറയുന്നത് ഈ 1.5 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക പറ, 1.5 into 10 raised to 9 ഹോൾ ക്യൂബ് ഇൻറ്റു 29.5 സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്തിട്ട് അവിടുന്ന് AS ക്യൂബ് ഒരു വാല്യൂ കിട്ടും അല്ലേ, അത് കിട്ടും. അപ്പോൾ അവിടുന്ന് AS എങ്ങനെ കാണുക, AS കാണാൻ ആ കിട്ടിയ വാല്യൂവിൻ്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി എന്ത് കിട്ടും, കിലോമീറ്ററിൽ സാറ്റേൺ റേഡിയസ് കിട്ടും. സാറ്റേൺ കറങ്ങുന്ന ഓർബിറ്റ് റേഡിയസ് അല്ലെങ്കിൽ സാറ്റേണിൽ നിന്ന് സണ്ണിലേക്കുള്ള അകലം കിട്ടും. ഇതാണ് ചെയ്യേണ്ട രീതി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈസി ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോവല്ലേ. നെക്സ്റ്റ് എടാ മക്കളെ, ഇത് കഴിഞ്ഞു. Of which conservation law is the Kepler's second law of planetary motion a consequence?
കെപ്ലർ സെക്കൻഡ് ലോ ഉണ്ട്, ലോ ഓഫ് ഏരിയാസ്. എന്താ കെപ്ലർ സെക്കൻഡ് ലോ പറഞ്ഞാൽ അറിയോ? കെപ്ലർ സെക്കൻഡ് ലോ പറഞ്ഞത് ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ വിൽ ബി എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ the radius vector drawn from sun to planet sweeps out equal areas in equal intervals of time എന്നാണ് കെപ്ലർ പറഞ്ഞത്. ഇപ്പൊ കെപ്ലർ സെക്കൻഡ് ലോയിൽ പറഞ്ഞ കാര്യം ശരിക്കും അവിടെ ആ ലോ വന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിലൂടെയാണ് ആ ലോ വന്നത്. അപ്പോ ഏത് ലോ സെക്കൻഡ് ലോ കെപ്ലർ സെക്കൻഡ് ലോ ഏത് ലോന്റെ പിന്നെ ആപ്ലിക്കേഷനിൽ വന്നതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പൊ ഏതാണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ കമന്റ് ചെയ്യട്ടോ. മക്കളെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഏതെങ്കിലും ഏരിയാസ് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അത് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. റൈറ്റ്? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? പെർഫെക്റ്റ്. എല്ലാ ഏരിയാസും നമുക്ക് വേണമെങ്കിൽ കീറി മുറിച്ചുകൊണ്ട് ഇൻഡെപ്തിലേക്ക് നോക്കിയാൽ അത് ഒരുപാട് സമയം ഡീൽ ചെയ്യാൻ മാത്രമുള്ള കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇനി അടുത്ത് ലിസൺ. Earth satellites are objects which revolve around the earth. Earth satellites എന്ത് ചെയ്യാണ്? അവര് എർത്ത് ചുറ്റും കറങ്ങും അല്ലേ? ഓക്കെ. ടൈം പീരീഡ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ്. മക്കളെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പറഞ്ഞാൽ ഭൂമി കറങ്ങുമ്പോൾ അതിന്റെ കൂടെ കറങ്ങുന്ന സാറ്റലൈറ്റ്സാ. അപ്പൊ ഭൂമി ഒരു പ്രാവശ്യം കറങ്ങാൻ 24 hours. അപ്പൊ സാറ്റലൈറ്റും എന്താ 24 hours കൊണ്ട് കറങ്ങും. സോ എത്ര? 24 hours ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ്സ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റ് കറങ്ങുന്ന സാറ്റലൈറ്റിന്റെ ടൈം പീരീഡിന്റെ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ലിസൺ. അപ്പൊ ആദ്യം ടൈം പീരീഡിന്റെ ഇക്വേഷൻ അല്ല കിട്ടുക, ആദ്യം സ്പീഡാ കാണേണ്ടത്. സ്പീഡിൽ നിന്നാ ടൈം പീരീഡിലേക്ക് വരിക. അപ്പൊ ആദ്യം ഞാൻ സ്പീഡ് ഒന്ന് കണ്ടു വെക്കാം. അപ്പൊ സ്പീഡുമായി ടൈം പീരീഡുമായി. ഓക്കെ അല്ലേ? ലിസൺ. ഒരു പ്ലാനറ്റ് അതിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യുന്നുണ്ട് മക്കളെ? ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സാറ്റലൈറ്റ്. ഓക്കെ അല്ലേ? സാറ്റലൈറ്റിന്റെ മാസ് സ്മോൾ എം, പ്ലാനറ്റിന്റെ മാസ് ക്യാപിറ്റൽ എം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അകലത്തെ ഞാൻ സ്മോൾ ആർ എന്ന് വിളിക്കാം. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് പ്ലാനറ്റ് പ്ലസ് ഹൈറ്റ് ആണ് വരിക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാറ്റലൈറ്റ് കറങ്ങുന്ന സ്പീഡ് VO ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഓർബിറ്റൽ സ്പീഡ് ഓഫ് സാറ്റലൈറ്റ്. എപ്പോഴും കറങ്ങുന്ന ഏതൊരു ബോഡി ആണെങ്കിലും അവിടെ ഫിസിക്സിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്താ? കറങ്ങണോ? സെൻട്രിപെറ്റൽ ഫോഴ്സ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യണം. കറങ്ങുന്ന ബോഡിയിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ അവന് കറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം എന്താ അറിയോ? അവന്റെ ഡയറക്ഷൻ ഓരോ ഇൻസ്റ്റന്റിലും മാറ്റിക്കൊണ്ടേയിരിക്കണം. അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കുക നോക്കാം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കല് ഈ പ്ലാനറ്റും സാറ്റലൈറ്റും തമ്മിലുള്ള എന്തായിരിക്കും? ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്കല്ല ഉണ്ടാവുക. ആ ഫോഴ്സ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഈ കാര്യത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യൽ എന്തും റൊട്ടേഷൻ മോഷനുള്ള എന്ത് കാര്യം. അപ്പൊ ലിസൺ. അപ്പൊ എന്ത് എഴുതാം? സാറ്റലൈറ്റിന്റെ മാസ് ഇൻറ്റു സ്പീഡിന്റെ സ്ക്വയർ ബൈ സാറ്റലൈറ്റ് കറങ്ങുന്ന റേഡിയസ് ഇസ് ഈക്വൽ ടു, ഇതാണല്ലോ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അത് കൊടുക്കേണ്ടത് ആരാണ്? G ഇൻറ്റു M ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇതെന്താ സാധനം? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് പ്ലാനറ്റ്. നൗ ഇവിടെ ആര് കട്ടായി മക്കളെ? മാസ് ഓഫ് സാറ്റലൈറ്റ് കട്ടായി. അതുകൊണ്ടൊരു കാര്യം മനസ്സിലായി. ഓർബിറ്റൽ സ്പീഡിൽ സാറ്റലൈറ്റിന്റെ മാസിന് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. സെറ്റ് അല്ലേ? റൈറ്റ്. നൗ വാട്ട് ഈസ് VO സ്ക്വയർ? അതിനു മുമ്പ് ഈ ആറും ഒരാറും കട്ടാക്കാം. സോ വാട്ട് ഈസ് VO സ്ക്വയർ? ദാറ്റ് ഈസ് GM ബൈ R ആണ്. വാട്ട് ഈസ് VO? റൂട്ട് ഓഫ് GM ബൈ R ആണ്. R എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ റേഡിയസ് എന്നാ പറയാ. ആ ഓർബിറ്റിന്റെ റേഡിയസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റിന്റെ സെന്ററിന് സാറ്റലൈറ്റിലേക്കുള്ള അകലം, അതിനെ R+H എന്ന് വിളിക്കാം. പ്ലാനറ്റിന്റെ റേഡിയസ് പ്ലസ് പ്ലാനറ്റിന്റെ സർഫസ് സാറ്റലൈറ്റുള്ള ഹൈറ്റ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് എന്താ മക്കളെ കാണേണ്ടത്? ടൈം പീരീഡ് നമുക്ക് ഇവിടെ കാണേണ്ടത് അല്ലേ? ടൈം പീരീഡ് കാണണം. ടൈം പീരീഡ് കാണാൻ മക്കളെ ഈ സാറ്റലൈറ്റ് ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങി എന്ന് വിചാരിക്കുക. ആദ്യം എടുക്കുന്ന സമയമാണല്ലോ ടൈം പീരീഡ്. ഓക്കെ, ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങുമ്പോൾ അതിന്റെ സ്പീഡ് VO ആണ്. ഓക്കെ, അപ്പൊ എത്ര സ്പീഡിലാണ് കറങ്ങുന്നത്? VO. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഉപയോഗിക്കാൻ പോവാം. ഒരു 1 ഫുൾ റൊട്ടേഷൻ കറങ്ങിയാൽ അതിന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2πr അല്ലേ എന്ന് ബൈ അതിന് എടുക്കുന്ന സമയം ടൈം പീരീഡ് അല്ലേ വരിക എന്ന് ടി. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു 2πr by VO എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു 2πr by what is VO? Root of GM by R. That becomes equal to 2πr into root of R by GM എന്ന് വരില്ലേ എന്ന്. 2πr by root GM by R എന്നുള്ള ആ റൂട്ട് R എന്ത് ചെയ്യും? മുകളിൽ കയറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ 2π ഈ 6 റൂട്ടിന്റെ ഉള്ളിൽ കടി കയറ്റിയാൽ എന്താ വരിക? സ്ക്വയർ ആയിട്ട് കയറണം. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ചാടണമെങ്കിൽ സ്ക്വയർ ആയ ആൾ പുറത്തേക്ക് ചാടുമ്പോൾ ആ സ്ക്വയർ പോകും. അപ്പോൾ പുറത്തുള്ള സ്ക്വയർ ഇല്ലാത്ത ആൾ റൂട്ടിനുള്ളിൽ കയറുമ്പോൾ എന്താവും? സ്ക്വയർ ആയിട്ട് കയറണം. അപ്പൊ എന്താ വരിക? 2π റൂട്ട് ഓഫ് R അവിടെ ഉണ്ട്, പിന്നെ ഒരു R സ്ക്വയറും കൂടി വരും. അപ്പൊ എന്തായി? ബൈ GM. ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് R ക്യൂബ് ബൈ GM എന്ന് വരും. എന്ത്? ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡിന്റെ റിലേഷൻ നമുക്ക് കിട്ടി. ഇറ്റ്സ് വെരി സിമ്പിൾ. ദാറ്റ് ഈസ് എന്താണ്? 2π റൂട്ട് ഓഫ് R ക്യൂബ് ബൈ GM എന്ന് വരും. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ബൈ യൂസിംഗ് ദ എക്സ്പ്രഷൻ യു ഡിറൈവ്ഡ് അബവ് ഷോ ദാറ്റ് മോഷൻ ഓഫ് സാറ്റലൈറ്റ് ഒബേസ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്. മക്കളെ, അവിടുത്തെ സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഇക്വേഷൻ ഏതാ? T is equal to 2π root of R cube by GM. ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യണം? കെപ്ലേഴ്സിന്റെ തേർഡ് ലോ ഇവിടെ അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്തിന് കെപ്ലേഴ്സ് തേർഡ് ലോ? ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എ ക്യൂബ് എന്നായിരുന്നു അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ടി ഈ മൊത്തം ഇക്വേഷൻ അങ്ങ് സ്ക്വയർ ചെയ്യും. അപ്പൊ എന്താ വരിക? അത് മൊത്തം അങ്ങ് സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2π സ്ക്വയർ എന്താ? 4π സ്ക്വയർ ആയിട്ട് മാറും. റൂട്ട് പോകുമ്പോൾ എന്താ? R ക്യൂബ് ബൈ GM ആയിട്ട് മാറും. സോ ഫ്രം ഹിയർ ടി സ്ക്വയർ ഇവിടെ നോക്കടാ, ഇവിടെ ഈ 4π സ്ക്വയറും GM എന്താ? കോൺസ്റ്റൻസ് അല്ലേ? അപ്പൊ പ്രപ്പോർഷണൽ ടു എന്ത് എന്ന് എഴുതാം? R ക്യൂബ് എന്ന് എഴുതാം. ഇത് മതി. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് കെപ്ലേഴ്സ് തേർഡ് ലോ. നമ്മൾ പറഞ്ഞില്ലേ, ലോ ഓഫ് പീരീഡ്സ് പറഞ്ഞില്ലേ, അത് ഇവിടെയും എന്താ? അപ്ലിക്കബിൾ ആ. കെപ്ലർ പറഞ്ഞ ആരെ കേസിലാ? പ്ലാനറ്റ് സണ്ണ് ആ ഒരു കേസിലാ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഏതാ? പ്ലാനറ്റ് സാറ്റലൈറ്റ് കേസിലും അതെന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. റൈറ്റ്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് ആണോ? ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ. ഡിറൈവ് an expression for escape speed from a planet. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി ഡിസ്കസ് ചെയ്തു എസ്കേപ്പ് സ്പീഡിന്റെ കേസിലെ. സെറ്റ് അല്ലടാ? ഇനി അടുത്ത് നോക്ക്. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത എന്താ? 3 objects with mass 40 kg each are placed in a straight line 50 cm apart. എടാ, 50 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ഒബ്ജക്ട്സിനെ വെക്കുന്നു. 40 കിലോഗ്രാം മാസുള്ള. എടാ ഇതാ 40 കിലോഗ്രാം മാസുള്ള ഒരാള്, 2 ആള്, 3 ആള്. ഇക്വി ഡിസ്റ്റന്റ് ആയിട്ട് 40 കിലോഗ്രാം 40 കിലോഗ്രാം 40 കിലോഗ്രാം. ഓക്കെ ആണല്ലോ? 50 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 25 സെന്റിമീറ്റർ. ദിസ് ബിക്കംസ് 25 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ദ സെന്റർ ഓഫ് ഒബ്ജക്ട് ഡ്യൂ ടു ദ അതർ ടു? മറ്റ് 2 ബോഡികളും നമ്മളുടെ ഈ സെന്ററിലുള്ള ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലിസൺ. ഇവിടെ നമുക്കറിയാം ഈ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ദാ ഇവിടെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. സെറ്റ് അല്ലേ? ഈ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ദാ ഇവിടെ ഇങ്ങോട്ടേക്കും ഉണ്ടാവും. സെറ്റ് അല്ലേ? ഈ ഫോഴ്സ് ഓക്കെ ആണല്ലോ? 2 ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവിടുത്തെ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു F മൈനസ് F ആയിരിക്കും. ദാറ്റ് ബിക്കംസ് 0. അപ്പൊ എന്താ? നെറ്റ് ഫോഴ്സ് എന്താ? 0 ആയിരിക്കും. സെന്ററിലുള്ള ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വൃത്തിയായിട്ട് ഡീൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. അടുത്തതാ. സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് which revolve around the earth. The direction of revolution of geosynchronous satellite is from. ഭൂമി നമ്മൾ സൂര്യനെ കാണുക എവിടെ നിന്ന് എങ്ങോട്ട് വരുന്ന മാതിരിയാ? ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന മാതിരിയാ സൂര്യനെ നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം ഭൂമിന്റെ റൊട്ടേഷൻ ആണ് അല്ലെ? സൂര്യൻ പോവുകയല്ല, ഭൂമി കറങ്ങുകയാണ്. അപ്പൊ സൂര്യന്
ഈസ്റ്റ് നിന്ന് വെസ്റ്റിക്ക് പോവുകയാണെങ്കിൽ ഭൂമി എങ്ങനെ കറങ്ങുണ്ടാവുക? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുണ്ടാവുക. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ആരും കറങ്ങണം? സാറ്റലൈറ്റ്സും. അപ്പൊ സാറ്റലൈറ്റ് എങ്ങനെ കറങ്ങേണ്ടത്? ജിയോ സ്റ്റേഷൻ എങ്ങനെ കറങ്ങേണ്ടത്? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക്. സോ ആൻസർ ഈസ് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ആൻസർ. ചോദിക്കാൻ ചാൻസ് ഇല്ല. ജിയോ സിങ്കണസ് സാറ്റലൈറ്റിന്റെ കേസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒന്ന് പഠിച്ചു വെക്കുന്ന നല്ല സിമ്പിൾ കാര്യമല്ലേ, ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ചിലപ്പോൾ ഉപകാരപ്പെടും കേട്ടോ. നെക്സ്റ്റ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഓക്കെ, ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി നേരത്തെ പറഞ്ഞു -gmm/2r എന്ന് പറഞ്ഞു. അത് എങ്ങനെ കിട്ടി? ഡിറൈവ് ചെയ്യാൻ നോക്കാം നമുക്ക്. ലിസൺ, ആദ്യം ബി ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ ആദ്യം എന്താണ് കൈനറ്റിക് എനർജി ഓഫ് റിവോൾവിംഗ് സാറ്റലൈറ്റ്? ഹാഫ് ഇൻറ്റു മാസ് ഓഫ് സാറ്റലൈറ്റ് ഇൻറ്റു ഓർബിറ്റൽ സ്പീഡ് ഓഫ് സാറ്റലൈറ്റിന്റെ സ്ക്വയർ. ഇതല്ലേ കൈനറ്റിക് എനർജി? ദാറ്റ് ഈസ് ഈക്വൽ ടു half into satellite into mass into what is orbital speed, that is root of gm/r ആയിരുന്നു. അതിന്റെ എന്തുണ്ടാവുക? സ്ക്വയർ. that becomes equal to half into m into സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോകും, gm/r എന്നുണ്ടാവും. that becomes gmm/2r. that is expression for kinetic energy. ഇനി അടുത്ത്, what is potential energy of a satellite? -gm, what is capital M? Mass of planet into satellite ന്റെ മാസ് ഡിവൈഡഡ് ബൈ സാറ്റലൈറ്റിൽ നിന്നും നമ്മുടെ പ്ലാനറ്റിന്റെ സെന്ററിലേക്കുള്ള അകലം. ഇതാണ് -gm/r ആണ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു -gmm/r എന്ന് തന്നെ എഴുതാം. ഇനി എന്താ മക്കളെ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -gmm/r പ്ലസ് ഹാഫ് ഇൻറ്റു gmm/r എന്ന് എഴുതി കൂടെ. അപ്പൊ എന്താ? -1gmm/r പ്ലസ് ഹാഫ് gmm/r അല്ലെ? അപ്പൊ എന്താ? -1ഉം പ്ലസ് ഹാഫും എന്താ? -ഹാഫ്. അപ്പൊ എന്താ ആൻസർ ഉണ്ടാവുക? -half gmm/r എന്നുണ്ടാവും. ദാറ്റ് ബിക്കംസ് -gmm/2r എന്നുണ്ടാവും. ഓക്കെ, സോ വി ഗോട്ട് എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഉണ്ടാവും. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഫോർ എ ജിയോ സിങ്കണസ് സാറ്റലൈറ്റ്? ജിയോ സിങ്കണസ് സാറ്റലൈറ്റിന്റെ ആംഗുലാർ വെലോസിറ്റി ആണ് ചോദിക്കുന്നത്. ഒമേഗ. വാട്ട് ഈസ് ഒമേഗ? 2π/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/ വാട്ട് ഈസ് ടി? ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ആണ്. അടാ, ജിയോ സിങ്കണസ് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് എത്ര? 24 hours ആ. അപ്പൊ എന്താ വരിക? 2π/24. ഹവേഴ്സ് പാടില്ലല്ലോ. അപ്പൊ എന്താ? അതിനെ സെക്കൻഡ് ആക്കണം. സോ ഹവർ സെക്കൻഡ് ആക്കാൻ ×60 ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്യുക. അത്രയും റേഡിയൻ പെർ സെക്കൻഡ് ഉണ്ടാകും. എന്ത്? ഒമേഗ, ആംഗുലാർ വെലോസിറ്റി ഓർ ആംഗുലാർ സ്പീഡ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. താഴേക്ക് ഡെപ്ത്, മണ്ണ് കുഴിച്ച് അടിക്ക് പോകും തോറും സ്മോൾ ജി വാല്യൂ എന്ത് ചെയ്യും? കുറയും. നൗ പ്രൂവ് ദ എബവ് സ്റ്റേറ്റ്മെന്റ് ബൈ ഡിറൈവിംഗ് ദ പ്രോപ്പർ ഇക്വേഷൻ. ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ഡിറൈവ് ചെയ്യണം. മക്കളെ ശ്രദ്ധിക്കണ്ട, ഇതാണ് ഭൂമിന്റെ സർഫസ്. ഇത് ഭൂമിന്റെ സർഫസിൽ ഒരു ബോഡി വെച്ചു. ആ ബോഡി വെച്ചപ്പോൾ അവന്റെ ജി വാല്യൂ എന്താ? ജി വാല്യൂ ലിസൺ 4πr/g/3. ഇതെങ്ങനെ കിട്ടി? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമുക്കറിയാം എന്താണ് മാസ് ബൈ വോളിയം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ഈസ് 4/3πr³. സ്ഫിയറിന്റെ വോളിയം എന്താ? 4/3πr³. അപ്പൊ എന്താ വരിക? 3m/4πr³ എന്നുണ്ടാവും. ഓക്കെ അല്ലേ? നൗ വാട്ട് ഈസ് റോ? റോ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മാസ് ഓഫ് പ്ലാനറ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. g/r² എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു 4πr³ എന്നുണ്ടാവും. ഓക്കെ, ഇവിടുന്ന് r² കട്ടാവുമ്പോൾ 3g/4πrg എന്ന ഇക്വേഷൻ ഉണ്ട്. അവിടുന്ന് വാട്ട് ഈസ് സ്മോൾ ജി? സ്മോൾ ജി ഈസ് ഈക്വൽ ടു 4πr/g/3. ഈ ഒരു സാധനം വെച്ചാണ് ഡെപ്തിന്റെ കേസിലേക്കുള്ള ജീന്റെ വേരിയേഷന്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ടത്. നല്ലോണം ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ലിസൺ, ഇവിടെ നോക്ക്. അപ്പൊ നമ്മള് ഡി ഡെപ്തിലേക്ക് പോയി. ഓക്കെ ആണല്ലോ? ഡി ഡെപ്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ജി വാല്യൂ g' ആണ്. ദാറ്റ് ബിക്കംസ് 4π
4 pi എന്താ വരിക r minus d എന്താണ് വരിക r minus d എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയസ് അല്ലേ വേണ്ടത് സെൻട്രാ നേരത്തെ നമ്മൾ ഈ റേഡിയസ് എടുത്തിനി r ഇനി വേണ്ടത് നമുക്ക് ഈ റേഡിയസ് ആ വേണ്ടത് ആ റേഡിയസ് എന്താണ് r minus d ആണ് ഓക്കെ അപ്പോൾ g dash becomes 4 pi r minus d into rho g by എന്തുണ്ടാവും 3 ഉണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യണം g dash by g ചെയ്യണം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കട്ടോ മക്കളെ ഞാൻ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് സർ ആ ഇക്വേഷൻ യൂസ് ചെയ്തത് ഞാൻ വേറെ ഇക്വേഷൻ ഉണ്ട് ജിക്ക് വേറെ ഇക്വേഷൻ അല്ലേ ഹൈറ്റിന്റെ കേസിൽ ജി എം ബൈ ആർ സ്ക്വയർ ഉപയോഗിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചില്ല ചോദിക്കാൻ വേണമെങ്കിൽ ഓക്കെ അത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് റീസൺ ഉണ്ട് മക്കളെ നോക്ക് ഇതാണ് എർത്തിൽ ഞാൻ ഇവിടെ ജി വാല്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ജി എം ബൈ ആർ സ്ക്വയർ ഉപയോഗിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ജി ഡാഷ് വാല്യൂ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജി എം ബൈ ഇത് ഡെപ്ത് ഡി ആണെങ്കിൽ ഇത് ടോട്ടൽ റേഡിയസ് ആറുമാണെങ്കിൽ ദിസ് ബിക്കംസ് ആർ മൈനസ് ഡി അപ്പൊ ജി എം ബൈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ ജി വാല്യൂ കാണുമ്പോൾ ഇത്ര ഭൂമിന്റെ എത്ര മാസേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന മാസ് ക്യാപിറ്റലും ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന്റെ മാസേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഫുൾ മാസ് ഉപയോഗിക്കാം കാരണം ഇവിടുത്തെ ജി ആ കാണുന്നത് സോ ഈ ടോട്ടൽ മാസ് ഉപയോഗിക്കാം അപ്പൊ അവിടെ നിങ്ങൾക്ക് ജി എം ബൈ ആർ സ്ക്വയർ എന്നും ജി എം ഡാഷ് ബൈ ആർ സ്ക്വയർ ആർ മൈനസ് ജി ഹോൾ സ്ക്വയർ എഴുതേണ്ടി വരും ഡിവൈഡ് ചെയ്യുമ്പോൾ ജി എം കട്ടാവൂല ഹൈറ്റിന്റെ കേസിൽ കട്ടാവും ഇവിടെ കട്ടാവൂല അപ്പൊ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് പോകും ആ കോംപ്ലിക്കേഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡെൻസിറ്റിയുള്ള ടേംസിലേക്ക് പോകുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജി ഈ ജി എടുക്കുമ്പോൾ ഇതിന്റെ മൊത്തം ഡെൻസിറ്റി എടുക്കണ്ടേ എന്നാൽ ഇവിടുത്തെ ജി എടുക്കുമ്പോൾ ഈ ഡെൻസിറ്റി എടുക്കേണ്ടത് ഡെൻസിറ്റി കുറച്ചെടുത്താലും ഭൂമിന്റെ കുറച്ച് പീസ് എടുത്താലും കുറെ പീസ് എടുത്താലും ഡെൻസിറ്റി എന്തായിരിക്കും സെയിം ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഡെൻസിറ്റി ഉള്ള ജീന്റെ ഇക്വേഷനിലേക്ക് പോയത് മാസ് ഇല്ലാത്ത ഇക്വേഷനിലേക്ക് ഞാൻ പോയത് ഈ ഇക്വേഷനിൽ ആര് കാണില്ല മാസ് കാണില്ല പകരം ഡെൻസിറ്റി ഉണ്ടാവും അത് സെയിമാ വെള്ളം ഒരു വലിയൊരു ബക്കറ്റിൽ എടുത്താലും പാട്ടയിൽ എടുത്താലും വെള്ളമാണോ ഡെൻസിറ്റി സെയിം ആയിക്കോല്ലോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ ഈ കാര്യങ്ങൾ വരെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ഒരാള് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഓക്കെ ആ ഇക്വേഷൻ ഉപയോഗിക്കാം എന്നല്ല അത് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നത് നിങ്ങൾ പഠിക്കുമ്പോഴാണ് ഫിസിക്സിന്റെ ആ പഠനമാണ് പെർഫെക്റ്റ് ആവുക ഓരോന്നിനും റീസൺസ് ഉണ്ടാവും ആ റീസൺസ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചോ ഫിസിക്സ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് അതർവൈസ് ഭയങ്കര ബോറിംഗ് ആണ് ഓക്കെ കാരണങ്ങൾ കണ്ടെത്തി പഠിക്കുക കേട്ടോ ഓക്കെ ഫൈൻ സോ ഇവിടുത്തെ ജി വാല്യൂ ജി പറഞ്ഞു ഇവിടെ ജി ഡാഷ് ഉണ്ട് 4 pi r minus d rho g by 3 ഉണ്ട് നൗ ലിസൺ വാട്ട് ഈസ് ജി ഡാഷ് ബൈ ജി മക്കളെ പറ വാട്ട് ഈസ് ജി ഡാഷ് ബൈ ജി ജി ഡാഷ് എന്താ 4 pi into r minus d rho g by 3 ആണ് എന്താണ് ജി 4 pi r rho g by 3 ആണ് മക്കളെ പറ ഇത് കട്ട് 3 കട്ട് സോ വാട്ട് ഈസ് ദ ആൻസർ G dash by G is equal to R minus D by R, that is 1 minus D by R. So what is G dash by G? That is equal to 1 minus D by R. 1 minus D by R. We got the expression. അപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം ഹൈറ്റിന്റെ കേസും പഠിക്കണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ ഷേപ്പിന്റെ കേസും പഠിക്കണം ഓക്കെ അല്ലേ ഇവിടെ നമുക്ക് പറയാം when d increases ഡെപ്ത് കൂടുമ്പോൾ g ഡാഷ് ഡിക്രീസസ് എന്ന് പറയാൻ പറ്റും g ഡാഷ് എന്താ അവിടുത്തെ ആക്സിലറേഷൻ ഗ്രാവിറ്റി വാല്യൂ എന്ത് ചെയ്യും കുറയും എന്ന് പറയാൻ പറ്റും റൈറ്റ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടോ അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ എന്താ മക്കളെ അവിടുത്തെ ബി ക്വസ്റ്റ്യൻ യൂസിങ് ദ ഇക്വേഷൻ ഷോ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ സർഫസ് അല്ലേ സർഫസിൽ മാക്സിമം ആൻഡ് സീറോ അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്തിന്റെ സെന്ററിൽ സീറോ ആണ് മക്കളെ നോക്കടാ അപ്പൊ ഒരു കാര്യം പറയാം അറ്റ് സർഫസ് വാട്ട് ഈസ് ജി ഡാഷ് G dash is equal to surface d 0 ആണ് അപ്പോൾ G dash by G is equal to 1 വരും from here what is G dash G അപ്പോൾ സർഫസിലെ G തന്നെയാണ് ഇനി അടുത്ത് at the center സെന്ററിലോ d വാല്യൂ r ആയിട്ട് മാറും ബിക്കോസ് സെന്ററിൽ ഡെപ്ത് എത്ര ആവൂടാ ഇതല്ലേ ഡെപ്ത് ആ ഡെപ്ത് ഏടാവും r ആയി മാറും ഡെപ്ത് r ആയിട്ട് മാറും അപ്പോൾ നമുക്ക് എന്ത് പറയാം G dash by G is equal to 1 minus D by R, that is 1 minus R by R, that is 1 minus 1 and the 0. So what is G dash? 0. അപ്പോൾ
അപ്പോൾ 0 ആണ് എവിടെ സെന്ററിൽ. എന്നാൽ സർഫസിലോ മാക്സിമം വാല്യൂ ആണ്. എത്ര G'. സർഫസിലെ വാല്യൂ ആയിരിക്കും G. ബാക്കി താഴേക്ക് വരുന്നതോറും G വാല്യൂ എന്ത് ചെയ്യും? ജിയിൽ നിന്ന് G 9.8 അത് കുറഞ്ഞു വരുന്നു. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ബി ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി. അപ്പോൾ ഗ്രാവിറ്റേഷനിൽ നമ്മൾ മെയിൻ ഏരിയാസ് ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. ഇമ്പോർട്ടന്റ് ഏരിയാസ് കൂടെ കടന്നു പോകട്ടെ മക്കളെ. അടുത്ത് വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മക്കൾ നോക്ക്, എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ പറയുക മക്കളെ? ഇപ്പൊ ഈ മാർക്കറിന് എന്തുണ്ട്? ഇവിടെ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ മാർക്കറിന്റെ അല്ലെങ്കിൽ ഈ പെന്നിന്റെ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ പെന്നിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എവിടുന്നാ? അങ്ങകലെ ഇൻഫിനിറ്റിയിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ് ഈ ബോഡിയുടെ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സോ വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി? Gravitational potential energy of a body at a point is the amount of work done to bring the body from infinity to that point. അപ്പോൾ ഒരു ബോഡിക്ക് ഒരു പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ആ ബോഡിയെ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്കിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എന്താ? ഇറ്റ് ഈസ് ദ, അപ്പൊ ഇങ്ങനെ പറയാം മക്കളെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ഒരു ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പോയിന്റ് ഈസ് ദ, അതാകുന്നു ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ്, കൊണ്ടുവരാൻ, ടു ബ്രിങ് ദാറ്റ് ബോഡി, ആ ബോഡിയെ കൊണ്ടുവരാൻ എവിടുന്ന്? ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. എവിടുന്ന? ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നെക്സ്റ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞു. ഇനി ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. രണ്ട് കാര്യങ്ങൾ ഡിറൈവ് ചെയ്യണം, പക്ഷെ ഭയങ്കര സുഖ ചെയ്യാൻ. ഓക്കെ, ലിസൺ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്കും നമ്മൾ ഉണ്ടാക്കണം? ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ലിസൺ. അപ്പൊ ഞാൻ ആദ്യം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്താ? ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അറിയോ? ഈ പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും 1 കിലോഗ്രാം മാസിനെ കൊണ്ടുവരാനുള്ള വർക്കാണ് ഈ പോയിന്റിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? അപ്പോ എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്നും 1 കിലോഗ്രാം മാസിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പൊ മക്കളെ, അതിന്റെ എക്സ്പ്രഷൻ കാണണം. അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ കാണാൻ പോവാണ്. നോക്കടാ, ഇതാണ് നമ്മളുടെ പ്ലാനറ്റ്. ഒരു എർത്ത് ആയിക്കോട്ടെ, എർത്ത് പ്ലാനറ്റ്. ആ പ്ലാനറ്റിന്റെ സെന്ററിൽ നിന്ന് ഒരു 6 ഡിസ്റ്റൻസ് അകലെ, എത്ര? 6 ഡിസ്റ്റൻസ് അകലെ ഉള്ള ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കാണണം. അതിന്റെ ഇക്വേഷൻ നമ്മൾ കാണണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ആരെ കൊണ്ടുവരണം? ഇൻഫിനിറ്റിയിൽ നിന്നും 1 കിലോഗ്രാം മാസിനെ എങ്ങോട്ട് കൊണ്ടുവരണം? ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം. അതിന് എത്ര വർക്ക് വേണോ ആ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. സെറ്റ് അല്ലേ? റെഡി. ആ മക്കളെ, ഞാൻ പറയാണ്, ആ വർക്ക് ഞാൻ കാണാൻ പോവാണ്. ആ വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ 1 കിലോഗ്രാമിനെ ഇൻഫിനിറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് ബോഡി ഇവിടെ എവിടെ ഒന്ന് എത്തിയതാ, ഈ പോയിന്റിലെത്തി, ഇവിടെ എത്തി. ഇപ്പൊ ബോഡി അവിടെ എത്തിയിട്ടുണ്ട്. ആ ബോഡി ലിസൺ, അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ബോഡിയിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന, അതായത് ഇപ്പൊ ആ ബോഡി ഉള്ളത് ഈ സെൻട്രൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ ഇപ്പോൾ കേട്ടോ. എത്ര? എക്സ് ഡിസ്റ്റൻസ് അകലെ ആ ബോഡി ഇപ്പം നിൽക്കുന്നുണ്ട്. ആ ബോഡിയിൽ ഇപ്പം ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതായത് ഈ ബോഡി ഇവനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്.
ആ ഫോഴ്സാണ് ദ എഫ്, ഒരു ഫോഴ്സ്, അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ആ എത്ര ഉണ്ടാവും? അത് 1 കിലോഗ്രാം അല്ലേ, 1 കിലോഗ്രാം. ഇത് ക്യാപിറ്റൽ എം കിലോഗ്രാം വിചാരിക്കും. അപ്പോൾ ആ ഫോഴ്സ് ഉണ്ടാവുക ജി ഇൻറ്റു എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതല്ലേ ആ ഫോഴ്സ് ഉണ്ടാവുക? യെസ്, അതാണ് ആ ഫോഴ്സ് ഉണ്ടാവുക. ഞാൻ എങ്ങോട്ടേക്കാണ് ഫോഴ്സ് കൊടുക്കേണ്ടത് മക്കളെ? ശ്രദ്ധിക്ക് പറഞ്ഞിട്ടോ. ഞാൻ ഈ ബോഡിനെ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരാണ്, ഭൂമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാണെങ്കിലും ഫോഴ്സ് കൊടുക്കേണ്ടിയ മുകളിലേക്കാണ്. ഇത് മുകളിലേക്ക് പൊക്കണമെങ്കിലും താഴേക്ക് കൊണ്ടുവരണമെങ്കിലും ഫോഴ്സ് കൊടുക്കേണ്ടിയ മുകളിലേക്കാണ്. ഇത് താഴേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ കൊണ്ടുവരല്? അല്ലോ, നമ്മൾ കൊണ്ടുവരല് ഇങ്ങനെയല്ലേ കൊണ്ടുവരല് ആണ്. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? മുകളിലേക്ക്. അത് എന്തിന് ഈക്വലാ? ഈ വെയിറ്റിന് ഈക്വലാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബോഡിയെ ഇവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കേണ്ടത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റിലാ ഞാൻ ഫോഴ്സ് കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. സെറ്റല്ലേ മക്കളെ? റെഡി? ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കടാ. ഈ ബോഡി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ എക്സ് വാല്യൂ ഇങ്ങനെ മാറൂലേ എന്ന്. എക്സ് വാല്യൂ മാറുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങനെ മാറൂലേ എന്ന്. അപ്പൊ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സും ചേഞ്ച് ചെയ്യൂലേ എന്ന്? ചേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ ശരിക്കും വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സാണ്. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ആ വർക്ക് കാണാൻ നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് എന്നുള്ളത് കൺഫേം ആയതുകൊണ്ട് ഇവിടെ വർക്ക് കാണാൻ ഞാൻ സാധാ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അടിച്ചിട്ട് കാര്യമല്ല, കാരണം ഫോഴ്സ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇന്റഗ്രേഷൻ മെത്തേഡിൽ ഫോഴ്സ് ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം മക്കളെ, ഇപ്പം നമ്മളുടെ മാസ് ഉള്ളത് ഇവിടെയാണ്. ആ മാസിനെ നമ്മൾ കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് നീക്കുക, കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് നീക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് ഒരു ഇച്ചിരി ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുകയാണ്. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് മക്കളെ ഡി എക്സ്. എത്ര? ഡി എക്സ്. ആ ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എത്ര തന്നെ? ജി എം ബൈ എക്സ് സ്ക്വയർ എന്ന ഫോഴ്സ് അപ്പം അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സും എന്താ? ജി എം ബൈ എക്സ് സ്ക്വയർ. അപ്പൊ ഞാൻ പറയാണ് മക്കളെ, ഇവിടെ ആ ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സ്മോൾ വർക്ക് ആണ് ഫോഴ്സ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ആ ഫോഴ്സ് എത്ര? ജി എം ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണ് ആ കുഞ്ഞു വർക്ക്. ഇനി ഈ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ കുഞ്ഞു വർക്കിനെ എന്താക്കണം? വലുതാക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് ടോട്ടൽ വർക്ക്? ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡബ്ല്യു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജി എം ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും? ഡി എക്സ് എന്ന് വരും. ഓക്കെ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റിനുള്ള വർക്കല്ല നമ്മൾ കാണ്ടി, നമുക്ക് ഇത്രയുമുള്ള വർക്കല്ലേ കാണ്ട്, ഇവിടുന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്കല്ലേ കാണ്ട്. അപ്പൊ ഈ കുഞ്ഞ് വർക്കിനെ ഇന്റഗ്രേറ്റ് വലുതാക്കണ്ടേന്ന്. യെസ്, ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. ബോഡി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എക്സ് വാല്യൂ അല്ലേ ചേഞ്ച് ചെയ്യണത്? ഓക്കെ, വേരിയബിൾ എക്സ് ആണ്. ഇനി ഈ എക്സ് വാല്യൂ എവിടുന്ന് ഏടം വരെ വലുതാക്കണം? എവിടുന്ന് ഏടം വരെ മാറ്റണം? എക്സ് വാല്യൂ ഇൻഫിനിറ്റി മുതൽ എക്സ് വാല്യൂ എത്ര വരെ ആവണം? 6 വരെ ആവണം. സോ വി ഹാവ് ടു ഗിവ് ദ ലിമിറ്റ്സ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. അത് കൊടുക്കുമ്പോൾ ജി എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് വരും. ഇന്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ എക്സ് റേസ് ടു -2 ഡി എക്സ് എന്ന് വരും. ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു ജി എം ഇൻറ്റു എക്സ് റേസ് ടു -2. ഇന്റഗ്രൽ എന്താ? എക്സ് റേസ് ടു -2 + 1 ബൈ -2 + 1. അത് നമ്മൾ ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ആർ, ദാറ്റ് ഈസ് gm into x raised to -1 by -1 ഇൻഫിനിറ്റി മുതൽ r വരെ is equal to gm into -1 by x എന്നുണ്ടാകും. ശരിയല്ലേ? x raised to -1 എന്താ? 1 by x ആ. താഴെ -1 ഉണ്ട്. അപ്പോൾ എന്താ? 1 by -x, -1 by x. ഓക്കെ, ഫ്രം ഇൻഫിനിറ്റി ടു r വരെ. that becomes g into m into -1 by r -1 by infinity. സെറ്റ് അല്ലേ? 1 by infinity എന്താ? 0. That becomes -gm by r എന്ന് വരും. ഇതാണ് എന്ത്? ഇവിടുന്ന് ആ 1 കിലോഗ്രാം ബോഡിനെ ഇവിടെ എത്തിക്കാനുള്ള വർക്ക്. ആ വർക്കാണ് എന്ത്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പൊ എന്തായി പറ? അവിടുത്തെ പൊട്ടൻഷ്യൽ കിട്ടി. എന്താ അവിടുത്തെ പൊട്ടൻഷ്യൽ? അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -gm by r ആണ് കിട്ടി. സെറ്റ് അല്ലേ മക്കളെ? യെസ്. ഇനി മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. വളരെ സിമ്പിൾ ആയിരുന്നു, നമ്മൾ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കാണേണ്ടത് എന്താ പറയുക? പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താ കാണേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇത് എന്തിന്റെ ഇക്വേഷനാ? ഗ്രാവിറ്റേഷണൽ
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനാണ് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് മക്കൾ എന്താ അറിയോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? മക്കൾ നല്ല ശ്രദ്ധിക്കുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷനും വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. ഒരു പിടിക്ക് രണ്ട് പക്ഷി. അവിടെ നോക്ക്. അതായത് എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഒരു ബോഡിയുടെ ഒരു സ്ഥലത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ ബോഡിയെ ഇൻഫിനിറ്റി കൊണ്ടുവരാനുള്ള എന്താണ് വർക്കാണ്. അപ്പൊ എം മാസുള്ള ബോഡിയാണിതാ. എം മാസുള്ള ബോഡി ഇവിടെ നിൽക്കുമ്പോൾ അവന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കാണണം. അതിനു വേണ്ടി നമ്മൾ കൊണ്ടുവരേണ്ടത് ആരെ അറിയോ? എം കിലോഗ്രാം മാസിനെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, 1 കിലോഗ്രാം അല്ല, എം കിലോഗ്രാം മാസിനെ കൊണ്ടുവരേണ്ടത്. അവനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഫോഴ്സ് എന്തായി മാറും മക്കൾ? നോക്ക്, ഫോഴ്സ് എന്തായിട്ട് മാറും? GM×1 അല്ല, GMM ആയി മാറും. അപ്പൊ ആ മാറ്റം എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യും. ഇവിടെ ഫോഴ്സ് GMM ആവും, ഇവിടെ GMM ആവും. ഒക്കെ ഈ ഒരു മാറ്റേ ഉള്ളൂ. GMM, 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 GMM. So we got what? ആ വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ വ്യത്യാസം, വേറെ മാറ്റമില്ല. ഓക്കെ അല്ലേ? ഡെറിവേഷൻ ഒരു പിടിക്ക് രണ്ട് പക്ഷി. ഓക്കെ ആണല്ലോ? റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. എന്താ? യു എന്ന് പറയുന്നത് -GMM/r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -GM/r ഇൻറ്റു സ്മോൾ m. ദാറ്റ് ഈസ് ഈക്വൽ ടു -GM/r എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യലാ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഇൻറ്റു മാസ. അപ്പോൾ ഒരു സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻറ്റു അവിടെ വെച്ച ബോഡിയുടെ മാസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ബോഡിയുടെ ഇവിടുത്തെ എന്ത് കിട്ടും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? കാര്യം മനസ്സിലാക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് എന്താ? ഇഫ് ദ സീറോ പൊട്ടൻഷ്യൽ എനർജി ഈസ് അറ്റ് ഇൻഫിനിറ്റി. എടാ, ഇൻഫിനിറ്റിയിൽ ഇൻഫിനിറ്റിയിൽ എന്താ ഉണ്ടാവുക? ഒരു ബോഡിക്ക് സീറോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക അല്ലെ? ഈ ബോഡി ഞാൻ ഇൻഫിനിറ്റി കൊണ്ടുവച്ചാൽ എന്താ? സീറോ പൊട്ടൻഷ്യൽ ആ ഇൻഫിനിറ്റിയിൽ. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ സീറോ ആണ്. അവിടെ സീറോ പൊട്ടൻഷ്യലിലോട്ട് ഞാൻ ഒരു ബോഡി കൊണ്ടുവച്ചാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ? പൊട്ടൻഷ്യൽ ഇൻറ്റു മാസ്. എന്താ? പൊട്ടൻഷ്യൽ സീറോ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്താ? സീറോ. ഓക്കെ, നൗ the total energy of an orbiting satellite is negative of its dash energy, negative of its kinetic energy. നേരത്തെ പറഞ്ഞു നമ്മൾ ഓർബിറ്റിംഗ് സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി എന്താ? -GMM/2r. അതിന്റെ കൈനറ്റിക് എനർജിയോ +GMM/2r. അപ്പൊ കൈനറ്റിക് എനർജി നെഗറ്റീവ് അല്ലേ? ടോട്ടൽ എനർജി കഴിഞ്ഞു, അത്ര. നെക്സ്റ്റ്, the maximum value of gravitational potential is. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ മാക്സിമം വാല്യൂ മക്കളെ ശ്രദ്ധിക്കുക. ഭൂമിന്റെ അടുത്തൊക്കെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നെഗറ്റീവാ. ഇവിടുന്ന് അകലും തോറും എന്താ? നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. എടാ, ഇവിടെ ഇത് ഭൂമി അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ്, അതിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ? പൊട്ടൻഷ്യൽ -GM/r. മാസ് m ആണെങ്കിൽ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകും തോറും r ഇങ്ങനെ കൂടും. r കൂടുമ്പോൾ v വാല്യൂ കുറയും. v വാല്യൂ കുറയും എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ഉണ്ടാവും വാല്യൂന് അല്ലെ? അപ്പൊ എന്താ? ഇവിടെ -6 ഉണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്താ? -4 ഉണ്ടാവുക. അപ്പൊ അകലും തോറും നെഗറ്റീവ് വാല്യൂ -2 ഉണ്ടാവും. അപ്പൊ അകലും തോറും വാല്യൂ കുറയും. പക്ഷേ വാല്യൂ കുറഞ്ഞാലല്ലേ ആ പൊട്ടൻഷ്യൽ കൂടുള്ളൂ. കാരണം നെഗറ്റീവ് ഉള്ളത് കൊണ്ട്. -6 ആണോ -6ഓ -2 വലുത്? -2. അപ്പൊ പൊട്ടൻഷ്യൽ ഇവിടുന്ന് പോകും തോറും പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരിക. അങ്ങനെ ഇൻഫിനിറ്റി എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0. അപ്പൊ അവിടെയാണ് മാക്സിമം പൊട്ടൻഷ്യൽ. എവിടെ? ഇൻഫിനിറ്റി. എത്ര? 0. സോ മാക്സിമം പൊട്ടൻഷ്യൽ എത്ര? 0. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The escape speed from the surface of earth is given by. Escape speed അല്ലേ? From the surface of earth. എടാ, എർത്തിന്റെ സർഫസിൽ എസ്കേപ്പ് സ്പീഡ് എത്രയാണ്? ഇവിടെ നോക്ക്. എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് 2gm/r. ഓർമ്മല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു എടാ സ്മോൾ ജി പറഞ്ഞാൽ എന്താ? gm/r². ഇവിടുന്ന് gr² എന്താ? gm. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ gmന് gr² എന്ന് കൊടുത്താൽ ബൈ r. ഒരു കട്ടാവൂലേ എന്ന്. സോ വാട്ട് ഈസ് √2gr? സോ വാട്ട് ഈസ് എസ്കേപ്പ് സ്പീഡ്? √2gr. സോ വി ഗോട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത്. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ, ലോ ഓഫ് ഏരിയാസ്. മക്കളെ ശ്രദ്ധിക്കും, നമ്മൾ പറഞ്ഞില്ല എന്താണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. ഇവിടെ നോക്കടാ, ശ്രദ്ധിക്കും.
ഒരു ബോഡി ഇതൊരു പിന്നെ സണ്ണാണ്. സണ്ണിൻ്റെ ചുറ്റുള്ള ഇലക്ട്രിക്കൽ ഓർബിറ്റിൽ ഒരു പ്ലാനറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇവിടെ എത്തി. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാണ്. സണ്ണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. ഒരു റേഡിയസ് വെക്ടർ വരച്ചു. എന്താ വരച്ചത്? റേഡിയസ് വെക്ടർ. ആ റേഡിയസ് വെക്ടർ ഇപ്പോൾ ഇവിടെ എത്തി. സോ ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഇതല്ലേ എന്ന്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഇതല്ലേ എന്ന്. ഓക്കെ. നൗ ലിസൺ. നമ്മുടെ പ്ലാനറ്റ് ഇവിടെ നിന്നും ഈ എയിൽ നിന്ന് ബിയിലേക്ക് എത്തി. പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്കും എത്തി. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എടുത്ത സമയം തന്നെയാണ് സിയിൽ നിന്ന് ഡിയിലേക്കും എത്താമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഏരിയാസും സെയിം ആയിരിക്കും. ഞാൻ ഈ കാണിച്ച രണ്ട് ഏരിയാസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എന്താ പറയുക മക്കളെ, ശ്രദ്ധിക്കും. റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അപ്പൊ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ആ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയാസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോയിൽ പറഞ്ഞത്. ഓക്കെ അല്ലേ? ലോ ഓഫ് ഏരിയാസിൽ പറയാം. അപ്പൊ എന്താ ലോ ഓഫ് ഏരിയാസ്? ഇങ്ങനെയാണ്. ദ റേഡിയസ് വെക്ടർ drawn from sun to a planet sweeps out equal areas in equal intervals of time. ഇതാണ് എന്ത്? കെപ്ലേഴ്സ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാ. VO √gm/r + h gm/r എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയില്ലേ? സെയിം. അടുത്ത് escape velocity of a planet is 20 km/s. സോ ഒരു പ്ലാനറ്റിന്റെ എസ്കേപ്പ് വെലോസിറ്റി 20 km/s ആണെങ്കിൽ ഫൈൻഡ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സ്മോളസ്റ്റ് പോസിബിൾ ഓർബിറ്റ് VO കാണണം. Okay, so we know a relation between V escape and V orbital velocity. എന്താ V orbital? എന്താ √2VO ആണ് എന്ത്? VE. ഇത് പക്ഷേ എപ്പോഴേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ സാറ്റലൈറ്റ് മിനിമം ഓർബിറ്റിലാണെങ്കിൽ, അതായത് പ്ലാനറ്റിന്റെ ഏറ്റവും അടുത്ത ഓർബിറ്റിൽ കൂടെയാണ് സാറ്റലൈറ്റ് കറങ്ങുന്നതെങ്കിൽ ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. സെറ്റ് അല്ലേ? റെഡി? സോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണണം? VO കാണണം. സോ വാട്ട് ഈസ് VO? VO ഈസ് VE/√2. എന്താ VE? 20/√2. 20 പറഞ്ഞാൽ എന്താ? 2 × 10 അല്ലേ? /√2. 2√2 കട്ട് ചെയ്ത് √2. സോ വാട്ട് ഈസ് ആൻസർ? 10√2. 10√2. അപ്പോൾ എന്താ? 10 × √2 എന്താ? 1.414. അപ്പോൾ എന്താ മക്കളെ ആൻസർ ഉണ്ടാവുക? പറ. 14.14 km/s എന്നാണ് ആൻസർ ഉണ്ടാവുക. നമുക്ക് ഓക്കെ ആണോ? റെഡി അല്ലേ? യെസ്. നൗ ലിസൺ. ശ്രദ്ധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിളായി നമ്മൾ ഡീൽ ചെയ്തു മക്കളെ. വളരെ സിമ്പിൾ. നൗ ലിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The moon does not have an atmosphere around it. Give reason. എടാ, ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. ചന്ദ്രനിൽ പോയാൽ ഇങ്ങനെ വലിച്ചു കയറ്റാൻ കഴിയൂല. കാരണം അവിടെ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിന് കാരണം ഒറ്റ റീസൺ. കാരണം എത്രയേ ഉള്ളൂ? മൂണിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡംലി മൂവിങ് ആണ്. ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡംലി മൂവ് ചെയ്യും. ഗ്യാസ് മോളിക്യൂൾസിന്റെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓർ മീൻ വെലോസിറ്റി ഓർ ആവറേജ് വെലോസിറ്റി ഓഫ് എന്ത്? ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഗ്രേറ്റർ ദാൻ എസ്കേപ്പ് വെലോസിറ്റി അറ്റ് മൂൺ. എന്ന് പറഞ്ഞാൽ മൂണിൽ നിങ്ങൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ മൂണിലുള്ള എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കൂടുതലാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ എന്ത്? വെലോസിറ്റി ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? മൂണിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ ഒരൊറ്റ ആൻസറാ. എന്താ ഇതിന്റെ ആൻസർ? എന്താ? എസ്കേപ്പ് വെലോസിറ്റി അറ്റ് മൂൺ. മൂണിലുള്ള എസ്കേപ്പ് വെലോസിറ്റി ഈസ് greater than the
mean velocity of or RMS velocity, root mean square velocity, mean velocity of gas molecules. അല്ല സോറി, escape velocity greater than അല്ല, escape velocity എന്താ സ്മോളർ ദാൻ ആട്ടോ, സോറി സ്മോളർ ദാൻ എന്ന് പറഞ്ഞാൽ ആര് കുറവ്, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. escape velocity ആണ് കുറവും, പിന്നെ ഗ്യാസ് മോളിക്യൂൾസിന്റെ മീൻ വെലോസിറ്റി കൂടുതലും. അതുകൊണ്ടാണല്ലോ എസ്കേപ്പ് ചെയ്ത് പോയത്. ഇപ്പൊ escape velocity 10, മീൻ വെലോസിറ്റി 12 ആണെങ്കിൽ മീൻ വെലോസിറ്റി മോളിക്യൂൾസ് വെലോസിറ്റി കൂടുതലാ, ഓ എസ്കേപ്പ് ചെയ്ത് പോകും എന്ന് പറഞ്ഞ മാതിരി. ഇപ്പൊ escape velocity കുറവും മീൻ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് കൂടുതലും ആയതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്. മക്കളെ സെറ്റ് ആണോ? പെർഫെക്റ്റ്. വേഗം പറ. ഓക്കെ അല്ലേ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The velocity of a satellite in its orbit is called orbital velocity. Okay? Find the relation between orbital velocity and escape velocity. പറഞ്ഞു. What is escape velocity? √2 times orbital velocity ആയിരിക്കും. Right? Okay. Next. What is geostationary satellite? ഞാൻ പറഞ്ഞു അത് അല്ലേ. Moon has no atmosphere. Why? വീണ്ടും ചോദിച്ചിരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യണം പെട്ടെന്ന്, ഫാസ്റ്റ്. സെറ്റാണോ? റെഡി? ആൻഡ് നമ്മളെ ഇന്നത്തെ ടാസ്ക് പ്രകാരമുള്ള നമ്മുടെ 3rd ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. ഞാൻ കഴിഞ്ഞ 2 ചാപ്റ്ററിലും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഡെറിവേഷൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രാവിറ്റേഷനിൽ അത്യാവശ്യം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ആ ചാപ്റ്ററിന്റെ കാര്യങ്ങൾ സെറ്റാണ്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഏരിയാസിനും ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. റൈറ്റ്? അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ തന്നെ ആ ചാപ്റ്റേഴ്സ് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, തെർമോഡൈനാമിക്സിലേക്ക് ഞാൻ പോവാണ്. തെർമോഡൈനാമിക്സിൽ മക്കളെ ശ്രദ്ധിക്കുക, ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഏത്? കാർനോട്ട് എഞ്ചിൻ. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കാർനോട്ട് എഞ്ചിൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ അത് ആവശ്യം ഉണ്ടാവും. റൈറ്റ്? ഓക്കെ. PV ഡയഗ്രാം ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് ഗിവൺ ബിലോ. ഇത് കാർനോട്ട് എഞ്ചിന്റെ PV ഡയഗ്രാം ആണ്. ക്വസ്റ്റ്യൻ: വിച്ച് ആർ ദ 4 തെർമോഡൈനാമിക് പ്രോസസ്സസ് റെപ്രസെന്റഡ് ഇൻ ദ എബവ് PV ഡയഗ്രാം? ഈ PV ഡയഗ്രത്തിൽ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതെല്ലാം? AB-യിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, അടുത്തത് അഡിയബാറ്റിക്. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു പോയിന്റ്. അടുത്തത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അടുത്ത് ഐസോതെർമൽ കംപ്രഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ. എന്താണ്? അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പൊ എന്തൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ ആർ ദ 4 പ്രോസസ് ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് റൈറ്റ് an equation to calculate the efficiency of കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കാണുന്ന ഇക്വേഷൻ ആണ് 1 - T2/T1. 1 - T2/T1. T2 എന്ന് പറഞ്ഞാൽ മക്കളെ, T2 എന്ന് പറഞ്ഞാൽ സിങ്ക് ടെമ്പറേച്ചർ ആണ്. T1 എന്ന് പറഞ്ഞാൽ സോഴ്സ് ടെമ്പറേച്ചർ ആണ്. T1 സോഴ്സ് ടെമ്പറേച്ചർ, T2 സിങ്ക് ടെമ്പറേച്ചർ. T1 ഈസ് ഹയർ ടെമ്പറേച്ചർ, T2 ഈസ് ലോ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ? അടുത്ത് derive an expression for work done in isothermal process. മക്കളെ ശ്രദ്ധിക്കണം, ഐസോതെർമൽ പ്രോസസ്സിൽ എന്ത് കാണണം? എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ കാണണം. നോക്കുക, ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ PV is equal to N. PV is a constant ആണ്. അത് nRT നമുക്ക് വേണമെങ്കിൽ എഴുതാം. PV is equal to nRT. ഇവിടെ what is P? P is equal to nRT by എന്താണ്? V. മക്കളെ, വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ്, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ PdV പറഞ്ഞാൽ എന്താ? P പ്രഷറിൽ ഒരു കുഞ്ഞു
കുഞ്ഞ് ഡി വി എന്ന വോളിയം ഉണ്ടാക്കുമ്പോൾ അവിടെ ഉള്ള വർക്ക് ഡൺ ആണ് പി ഡി വി. പി വി പറഞ്ഞ വർക്ക് ഡൺ ആപ്പോഴും. അപ്പൊ പി ഡി വി എന്താ? പി ഡി വി സ്മോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു ആണ്. ആ ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു കിട്ടും. അപ്പൊ പി ഡി വി ഇസ് എ സ്മോൾ വർക്ക് ഡൺ. ഡി വി വോളിയം കൂട്ടാനുള്ള വർക്ക് പി ഡി വി. ഓക്കെ, അപ്പൊ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, എടാ എവിടെ നേരെ വരെ ചെയ്യണം? V1 വോളിയം മുതൽ V2 വോളിയം വരെ കൂട്ടാൻ ആവശ്യമായ വർക്കല്ലേ കാണേണ്ടത്? ആണ്. സോ ഇന്റഗ്രൽ V1 to V2 വാട്ട് ഈസ് P? nRT by V into എന്താ? dV. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നും ആറും ടിയും കോൺസ്റ്റന്റാ. കാരണം ഇത് എന്ത് പ്രോസസ് അറിയോ? ഐസോ തെർമല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റാ. എന്നും ആറും എന്തായാലും കോൺസ്റ്റന്റ് ആണ്. ടി എന്തായാലും ഇവിടെ കോൺസ്റ്റന്റ് ആയി. ഈ കേസ് ഐസോതെർമൽ അല്ലേ? സോ ബാക്കി ആരുള്ളത്? 1/V dV ഫ്രം V1 to V2. പരിപാടി കഴിഞ്ഞേ. nRT into what is integral 1/V dV? That is log V. log base E ആണ്. log V എന്ന് വരും. log V. ഓക്കെ ആണല്ലോ? ഇനി ലിമിറ്റ്സ് കൊടുക്കണം. ഫ്രം V1 to V2. that is equal to nRT log V2 minus log V1 എന്ന് വരികയും log A minus log B എന്താണ്? log A by B ആയതുകൊണ്ട് log V2 by V1 എന്ന് വരികയും ചെയ്യും. സെറ്റ് അല്ലേ? നൗ എനിക്ക് ln ലോഗ് ബേസ് ഈ ഇഷ്ടമല്ല, എനിക്ക് LOG ഇഷ്ടം, ബേസ് 10. അപ്പൊ ഞാൻ വേഗം അതിൽ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ബേസ് ഇനെ ബേസ് 10 കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 2.303 എന്തായാലും എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ ഇൻറ്റു nRT log V2 by V1 എന്ന് വരും. log V2 by V1. ദാറ്റ് ഈസ് എന്ത്? ടോട്ടൽ വർക്ക് ഡൺ. മക്കളെ ഇതാണ് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ. ഇനി ഐസോതെർമൽ ആയതുകൊണ്ട് P1 V1 എന്ന് പറഞ്ഞാൽ അത് P2 V2 ആണ്. ഓക്കെ, സോ ഫ്രം ഹിയർ വാട്ട് ഈസ് P1 by P2? ദാറ്റ് ഈസ് V2 by V1. അപ്പോൾ V2 by V1 P1 by P2 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ഇക്വേഷൻ എന്താ? 2.303 nRT log P1 by P2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മളെ വർക്ക് ഡണ്ണിന്റെ എന്ത് എക്സ്പ്രഷൻ വരിക. സെറ്റ് അല്ലേ? റെഡി? ഓക്കെ, വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ആയി. അടുത്ത് വാട്ട് ഈസ്, അപ്പൊ ഇത് സെറ്റ് അല്ലേ മക്കളെ? ഡിറൈവ് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്? മക്കളെ ഐസോകോറിക് പറഞ്ഞാൽ എന്താ? കോറിക് വോളിയം, ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ് ആയി നടക്കുന്ന പ്രോസസ്. വോളിയം മാറൂല. വോളിയം മാറിയിട്ടില്ലെങ്കിൽ അവിടെ വർക്കില്ല. വർക്ക് ഉണ്ടാവണോ? വോളിയം ചേഞ്ച് ആവണം. എന്താ വർക്കിന്റെ ഇക്വേഷൻ എഴുതി നോക്കിയ? ജനറൽ ഇക്വേഷൻ വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി. ഡി വി എന്താ? സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. സ്മോൾ ചേഞ്ച് ഇൻ വോളിയം ഇല്ല, അപ്പൊ ഡി വി സീറോ. അപ്പൊ പി ഡി വി എന്താ? സീറോ. വർക്ക് ഇല്ല. വോളിയം മാറാത്തടത്തോളം കാലം വർക്ക് ഇല്ല. സോ വാട്ട് ഈസ് ഐസോകോറിക് പ്രോസസ് ആണോ? വർക്ക് ഡൺ ഈസ് സീറോ. അതിൽ വേറെ ചർച്ച അല്ല. ഓക്കെ, സോ വാട്ട് ഈസ് വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്? ദാറ്റ് ഈസ് സീറോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത് ഡിറൈവ് ദ റിലേഷൻ സി പി മൈനസ് സി വി സി ഈക്വൽ ടു ആർ. സി പി മൈനസ് സി വി സി ഈക്വൽ ടു ആർ എന്ന റിലേഷനെ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്ന. ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാം? ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിക്കാം. ലിസൺ, ആദ്യം ഞാൻ ഇത് പറയാൻ പോവാ. സിമ്പിൾ, അതൊക്കെ ഡെറിവേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ് മക്കളെ. അവിടെ നോക്ക്. ആദ്യം എന്താണ് സി വി? സി വി എന്ന് പറഞ്ഞാൽ സി പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് സി. എൻ ഡെൽറ്റ ടി ഉണ്ടാവും, n 1 ആവും. അത് 1 പിന്നെ മോളാർ സ്പെസിഫിക് n 1 ആക്കി എടുത്തു. ഓക്കെ, സോ സി വി എന്താ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. നൗ ഇവിടെ നോക്കടാ, ദാറ്റ് ബിക്കംസ് ഇവിടെ സി വി ആയതുകൊണ്ട് ഡെൽറ്റ ക്യൂ അറ്റ് എന്താ? കോൺസ്റ്റന്റ് വോളിയം എടുക്കണം. ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ ആണല്ലോ? അതിൽ കോൺസ്റ്റന്റ് വോളിയം ആണ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ ഡെൽറ്റ വി എന്താ? സീറോ. ഡെൽറ്റ വി സീറോ എന്ന് പറഞ്ഞാൽ ഈ ടേം എന്താ? സീറോ. ആ ടേം സീറോ ആയി കഴിഞ്ഞാൽ ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ബൈ ഡെൽറ്റ ടി എന്ന് വരും. അപ്പൊ അതാണ് എന്ത്? സി വി. അവിടെ നിൽക്കട്ടെ. ഇനി എന്താ മക്കളെ സി പി? സി പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ തന്നെ അല്ലെ? എന്ത്? അത് കോൺസ്റ്റന്റ് പ്രഷർ ബൈ ഡെൽറ്റ ടി എന്നുണ്ടാവും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് വരും. അത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ബൈ ഡെൽറ്റ ടി. സെറ്റ് അല്ലേ? ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ്
പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. കാരണം എന്താ, ഇത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അപ്പൊ ഡെൽറ്റ വി എന്താവൂല, സീറോ ആവൂല. മോളത്തെ കേസിലോ കോൺസ്റ്റന്റ് വോളിയം ആണ്, അപ്പൊ ഡെൽറ്റ വി സീറോ ആവും. നൗ ഇൻ ദിസ് കേസ് Cp is equal to delta u by delta t. Cv അല്ലേ എന്ന് പ്ലസ്, എടാ ഞാൻ ഇവിടെ പറയാണ് എന്താണ് പി വി. പി വി എന്ന് പറഞ്ഞാൽ NRT ആണ്. ക്ലിയർ അല്ലേ? പി വി എന്താണ്? NRT. സോ ഇൻ ദിസ് കേസ് പ്രഷർ കോൺസ്റ്റന്റ്, അപ്പൊ വോളിയം പ്രഷർ മാറും, വോളിയം മാറും, പക്ഷെ ടെമ്പറേച്ചർ മാറാൻ പറ്റില്ല. അപ്പൊ എന്താ നമുക്ക് പറയാം, പ്രഷർ ഇങ്ങനെയല്ല, മാറിപ്പോയി. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഐസോബാറിക് അല്ലേ. സി പി പറഞ്ഞാൽ എന്താ? ഐസോബാറിക്. പ്രഷർ കോൺസ്റ്റന്റ്, പ്രഷർ മാറരുത്, ബാക്കിയുള്ളതൊക്കെ മാറാം. ബാക്കിയൊക്കെ വോളിയം മാറാം, ടെമ്പറേച്ചർ. അപ്പൊ എന്താ, പ്രഷർ ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു NR ഡെൽറ്റ ടി എന്ന് വരും. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു NR. ഞാൻ അങ്ങോട്ട് പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് ഇവിടെ 1 ആണ്. അപ്പൊ എന്താ, അപ്പൊ ഇവിടെ 1 എടുക്കുമ്പോൾ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു R, ദാറ്റ് ഈസ് ഈക്വൽ ടു R. അപ്പൊ എന്താ, പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇതെന്താ സാധനം? R. അപ്പൊ എന്താ വരിക? പ്ലസ് R എന്ന് വരും. സോ വാട്ട് ഈസ് CP മൈനസ് CV ഇസ് ഈക്വൽ ടു R. പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? മേസ് റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an adiabatic process, the system is insulated from the surroundings and heat absorbed or released is zero. Set on law. Okay. Derive an expression for work done in adiabatic change of an ideal gas from the state P1 V1 T1 to P2 V2. അപ്പോൾ adiabatic process നേരത്തെ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് പറഞ്ഞു. എന്താ adiabatic പ്രോസസ്സിന്റെ വർക്ക് ഡൺ? എടാ adiabatic പ്രോസസ്സിന്റെ വർക്ക് ഡൺ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ പി വി raised to gamma is a constant എന്നാണ് വരേണ്ടത്. PV raised to gamma is a constant. Okay, from here what is P? P is equal to constant by V raised to gamma എന്നുണ്ടാവും അല്ലേ. So what is expression for work done? Work done is equal to integral P dV from V1 to V2. That is equal to integral P എന്താ, K by V raised to gamma dV എന്നുണ്ടാവും from V1 to V2. That is equal to എന്താ മക്കളെ, K കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തോ. ഇന്റഗ്രൽ V1 to V2 V raised to minus gamma dV, that is equal to K into V raised to minus gamma plus 1 by minus gamma plus 1. ലിമിറ്റ്സ് കൊടുക്കണം എവിടെ നേടം വരെ? V1 മുതൽ V2 വരെ. സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു K into, നന്നായി ശ്രദ്ധിക്കണം, ഞാൻ K into ഇങ്ങനെ എഴുതാണ്, V raised to 1 minus gamma by 1 minus gamma എന്ന് എഴുതി. ഓക്കെ അല്ലേ? V1 മുതൽ V2 വരെ. താഴെയുള്ള 1 minus gamma കോൺസ്റ്റന്റ്, അപ്പൊ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ മക്കളെ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു K by 1 minus gamma into എന്താ, V raised to 1 minus gamma, ലിമിറ്റ്സ് എന്താ, V1 to V2 is equal to K by 1 minus gamma into V2 raised to 1 minus gamma minus V1 raised to 1 minus gamma. Set അല്ലേ? is equal to K by 1 minus gamma into, എടാ ഞാൻ ഒരു കാര്യം ചെയ്യാം, 1 minus gamma ഗാമ മൈനസ് 1 ആക്കി. അപ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് വരും. ആ മൈനസ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവരങ്ങ് തിരിച്ചാൽ ഒരു മൈനസ് പുറത്തേക്ക് വരും. എന്താ, V1 raised to 1 minus gamma minus V2 raised to 1 minus gamma. രണ്ടാളെയും തിരിച്ച്, ആരൊക്കെ? ഇവനെയും തിരിച്ച്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയി. സോ ബാക്കി എന്താ മക്കളെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? K ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ഇങ്ങനെ ചെയ്യാൻ പോവാം. K by gamma minus 1 into V1 by V1 raised to gamma minus V2 by V2 raised to gamma. അത് സെറ്റ് അല്ലേ? കാരണം എന്താ, V1 by V1 raised to gamma. V1 raised to gamma മുകളിൽ കയറുമ്പോൾ എന്താ, V1 raised to minus gamma. അപ്പോൾ എന്താ, V1 into V1 raised to minus gamma എന്താ, V1 raised to 1 minus gamma. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കറക്റ്റാ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു K ഉള്ളിൽ കയറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by gamma minus 1 into എന്താ മക്കളെ, V1 ഇങ്ങനെ K by V1 raised to gamma into V1 minus K by V2 raised to gamma into V2. സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, മക്കളെ ശ്രദ്ധിക്കേ, എന്താണ് ഈ സാധനം? എടോ PV raised to gamma കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതിയൂടെ, P1 V1 raised to gamma K, P2 V2 raised to gamma K. അപ്പോൾ ഇവിടുന്ന് വാട്ട് ഈസ് P1? K by V1 raised to gamma. എന്താ P2?
കെ ബൈ V2 റേസ് ടു ഗാമ എന്ന് എഴുതാം. അപ്പൊ കെ ബൈ V1 റേസ് ടു ഗാമനെ P1 എന്നും കെ ബൈ V2 റേസ് ടു ഗാമനെ P2 എന്നും എഴുതാം. അപ്പൊ ഇക്വേഷൻ എന്തായി? 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. മക്കളെ കഴിഞ്ഞു. ഇതാണ് എന്ത്? വർക്ക് ഡൺ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്ത്? P1 V1 എന്ന് പറഞ്ഞാൽ എന്താ? NRT1 ആ. എന്താ P2 V2? അത് NRT2 ആ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു NRT1 മൈനസ് NRT2 ഉണ്ടാവും. NR പുറത്തേക്ക് എടുത്താൽ എന്താ? NR ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. അനദർ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ. ഓക്കെ അല്ലേ? രണ്ട് ഇക്വേഷൻ ആയി, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അടുത്തെന്താ? ടു സിസ്റ്റംസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം. എയും ബിയും രണ്ട് സിസ്റ്റം. ഈ എയും ബിയും സിയുമായിട്ട് എന്താ? തെർമൽ ഇക്വിലിബ്രിയം. അപ്പൊ എയും സിയും തെർമൽ ഇക്വിലിബ്രിയം, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇത് പറഞ്ഞത് ഏത് ലോ ആണ് മക്കളെ? 0th ലോ ആണ്. എന്താണ്? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ ആണല്ലോ? തെർമോഡൈനാമിക്സ്. ഓക്കെ, 0th ലോയിലാണ് ഈ കാര്യം പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. അടുത്ത് ഇതാണ്, മാച്ച് ദ ഫോളോയിങ് ആണ്. തെർമോഡൈനാമിക് പ്രോസസ്സ്, ഫീച്ചേഴ്സ്, വർക്ക് ഡൺ. ആയിക്കോട്ടെ, നോക്കാം. ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് വൺ. ഓക്കെ, ഇനി അടുത്ത് ഐസോബാറിക്കിൽ വർക്ക് ഡൺ ദിസ് വൺ, P ഇൻറ്റു ഡെൽറ്റ വി. P ഇൻറ്റു V2 മൈനസ് V1 ആണ് വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ്. അടുത്ത് ഐസോതെർമൽ പ്രോസസ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമലിലെ വർക്ക് ഡൺ NRT log V2 ബൈ V1. ഇതല്ലേ ഇനി മക്കളെ ഇക്വേഷൻ? യെസ്, NRT log V2 ബൈ V1 അല്ലേ? ഇനി അടുത്തെന്താ? അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് അല്ല, നോ ഹീറ്റ് എക്സ്ചേഞ്ച്. കറക്റ്റ്, ഹീറ്റ് പുറത്തേക്കും പോയില്ല, ഉള്ളിലേക്കും വരില്ല. അപ്പൊ എന്താ? നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? NR ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. N1 ആയിക്കൊണ്ടായിക്കൂലെ R ബൈ ഗാമ മൈനസ് 1 എഴുതി. അപ്പൊ ഇക്വേഷൻ ഇതാണ്, 0 അല്ല എന്തായാലും, റൈറ്റ്? ഓക്കെ, അപ്പൊ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കണം. എന്താ? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്? മക്കളെ, ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ്. T എന്താ? കോൺസ്റ്റന്റ് ആയിക്കൊണ്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ഐസോതെർമൽ പ്രോസസ്. എന്താ മക്കളെ അഡിയബാറ്റിക് പ്രോസസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് there is no heat addition or heat rejection from the system. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയും ചെയ്യരുത്, അതിന് ഹീറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യരുത്. അങ്ങനത്തെ പ്രോസസ് ആണ് എന്ത്? അഡിയബാറ്റിക് പ്രോസസ്, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ്. എക്സ്പ്ലെയിൻ കാർനോട്ട് സൈക്കിൾ. എക്സ്പ്ലെയിൻ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം? ഒരു ഫിഗർ വരയ്ക്കണം. ഇതെന്താണ്? സോഴ്സ്. ഇതെന്താ? സിങ്ക്. ഇതെന്താ? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഓക്കെ അല്ലേ? ഇതാരാ? പിസ്റ്റൺ സിലിണ്ടർ. ഓക്കെ ആണല്ലോ? ആദ്യം ഈ പിസ്റ്റൺ സിലിണ്ടർ അതിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുക, സോഴ്സിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുക. അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്ത് പ്രോസസ്സാണ്? അപ്പൊ അതിന്റെ PV ഡയഗ്രാം വേഗം വരച്ചു വെക്കുക. PV ഡയഗ്രാം ലൈക്ക് ദിസ്. ഓക്കെ, ഇത് വരക്കുക. ആരോ മാർക്ക് ഇങ്ങനെ കൊടുക്കുക, ലൈക്ക് ദിസ്. ഓക്കെ ആണോ? സോ ഇതാണ് ആദ്യം പറഞ്ഞത്. ഏത്? ദിസ് വൺ. ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഇവനെ സോഴ്സിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുമ്പോൾ സോഴ്സിൽ നിന്ന് ഹീറ്റ് എങ്ങോട്ട് കയറും? ഇതിലേക്ക് കയറും. അപ്പോൾ അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടാവും, ഐസോതെർമൽ എക്സ്പാൻഷൻ വർക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുമ്പോൾ, ഇതിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുമ്പോൾ അവിടെ അഡിയബാറ്റിക് എന്ത് നടക്കും? എക്സ്പാൻഷൻ നടക്കും. അതിനുശേഷം നമ്മൾ ഇയാളെ അതിന്റെ മുകളിൽ കൊണ്ടുപോയിക്കും, സിങ്കിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുമ്പോൾ അവിടുന്ന് ഹീറ്റ് റിജക്ട് ചെയ്യും പുറത്തേക്ക്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് എന്ത്? അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ കംപ്രഷൻ. നടക്കുന്ന പ്രോസസ് എന്താ? ഐസോതെർമൽ കംപ്രഷൻ. പിന്നെ നമ്മൾ വീണ്ടും അതിന്റെ മുകളിൽ, സ്റ്റാൻഡിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുമ്പോൾ അവിടെ അഡിയബാറ്റിക് കംപ്രഷനും കൂടി എന്ത് ചെയ്യും? നടക്കും. അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പൊ എന്താ? 4 പ്രോസസ്സാണ്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ,
ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ ആണല്ലോ? ഈ 4 പ്രോസസ്സും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. കാരണം ഫിഗർ വേണം, പിന്നെ ഗ്രാഫ് വേണം, പിന്നെ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, തിരിച്ച് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. 4 പ്രോസസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ, യെസ്. അടുത്ത്, write the expression for efficiency of Carnot engine. Efficiency is equal to 1 minus T2 by T1. That is the equation. Okay, next. The heat engine is a device to convert heat energy into mechanical energy. അടുത്ത്, name the 4 processes taking place in Carnot cycle. നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഡ്രോ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓഫ് കാർനോട്ട് സൈക്കിൾ. നേരത്തെ പറഞ്ഞു ഈ ഡയഗ്രാം ആണ് വരക്കേണ്ടത് കേട്ടോ. അതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം കേട്ടോ. ഓക്കെ, അടുത്ത്, PV diagram of a gas is shown in the figure. In this figure, AB represents isobaric. എന്താ മക്കളെ? Isobaric. And AD represents the adiabatic. എന്താണ്? isothermal. ഇത് isothermal ആട്ടോ. Isothermal. Now, question. Explain isobaric process and isothermal process. Isobaric means pressure constant. It's the process in which pressure kept constant. Isothermal process means temperature. It's a process in which temperature kept constant. അതാണ് അടുത്ത്. Using the above graph, ആ ഗ്രാഫ് ഉപയോഗിച്ച് find the process in which work done is maximum, give the result. മക്കളെ ശ്രദ്ധിക്കും. അതായത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ 2 ഗ്രാഫിൻ്റെയും വോളിയം ചേഞ്ച് സെയിമാണ്. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇത് PV ഡയഗ്രാം ആണല്ലോ. ഇത് പ്രഷറും ഇത് വോളിയം ആണ്. PV ഡയഗ്രത്തിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്തായിരിക്കും? വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇവിടെ ഏത് ഏരിയയാണ് കൂടുതൽ? ഐസോബാറിക് ഉണ്ടാക്കുന്ന ഏരിയയാണോ, ഐസോതെർമൽ ഉണ്ടാക്കുന്ന ഏരിയ ആണോ കൂടുതൽ? ഐസോബാറിക്കിന്റെ ഏരിയ കൂടുതൽ. എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ ഇൻ ഐസോബാറിക് ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ ആണ്. ഓക്കെ ആണല്ലോ? ഐസോതെർമൽ ആണ്. അപ്പൊ ഏത് വർക്കാ കൂടുതൽ? ഐസോബാറിക്കിന്റെ വർക്കാ കൂടുതൽ. കാരണം എന്താ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഗ്രേറ്റർ ഇൻ ഐസോബാറിക് പ്രോസസ്. സോ വർക്ക് ഡൺ ബൈ ഐസോബാറിക് പ്രോസസ് ഈസ് ഗ്രേറ്റർ ഇൻ ദിസ് കേസ്. ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത്, എ തെർമോഡൈനാമിക് പ്രോസസ് characterized by pressure, volume and temperature. What is meant by an isothermal process? ഞാൻ അതും കൂടി പറഞ്ഞു. എൻ്റെ ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ്. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലെങ്കിൽ പി ഡെൽറ്റ വി. ഇതാണ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ. ഇവിടെ ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ഡെൽറ്റ യു ബിക്കംസ് 0. അപ്പോൾ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഹീറ്റ് ഒക്കെ വർക്കാക്കും. അവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ്. നെയിം ദ 4 പ്രോസസ് ഇൻ എ കാർനോട്ട് സൈക്കിൾ. എന്താ പറഞ്ഞു? കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അടുത്ത്, ഡ്രോ ദ PV ഡയഗ്രാം ഓഫ് കാർനോട്ട് സൈക്കിൾ. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മേയേഴ്സ് റിലേഷൻ CP - CV = R. ഐസോതെർമൽ പ്രോസസ് PV is a constant. ഐസോതെർമൽ PV is a constant ആയിരിക്കും. അടുത്ത്, അഡിയബാറ്റിക് പ്രോസസ് PV ലോഡ് കെൽവിൻ അല്ല. TV raised to gamma -1 is a constant. എന്താണ്? TV raised to gamma -1 is a constant. ഓക്കെ, TV raised to gamma TV raised to gamma -1 ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ്. ഇതിൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ. ഓക്കെ, അടുത്ത് എന്താണ്? അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അത് കെൽവിൻ ആണ്. കെൽവിൻ. സോ നമ്മൾ അത് ഫിൽ ചെയ്തു. മക്കൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. വളരെ ഈസി ആയിട്ട്. ഓക്കെ, അടുത്ത്, എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ which thermodynamic variable changes. Name the thermodynamic process in which PV raised to gamma is a constant. മക്കളെ, PV കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോതെർമൽ, PV raised to gamma കോൺസ്റ്റന്റ് ആകുമ്പോൾ അഡിയബാറ്റിക് ആണ്. അപ്പോൾ ഏത് പ്രോസസ് മക്കളെ പറ? അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, അടുത്ത്,
സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ the heat given to a system is the sum of change in internal energy and work done. Okay, the heat given to a system is the sum of change in internal energy and work done. Pressure, volume, work done. Okay, fine. അടുത്ത് derive an expression for work done in adiabatic process involving a gas in terms of pressure and volume. അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു മക്കളെ. നമ്മൾ ചെയ്ത് കഴിഞ്ഞു അഡിയബാറ്റിക്. ദാ ഈ ഇക്വേഷൻ അവരുണ്ടാക്കാൻ പറഞ്ഞത്, ഈ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ആ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്താൽ സെറ്റായി മക്കളെ. ഓക്കെ ആണോ? റെഡി? യെസ്. അപ്പം ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് മക്കളെ 3 ചാപ്റ്റേഴ്സ് വളരെ വൃത്തിയായിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഏരിയാസ് കംപ്ലീറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 ചാപ്റ്റേഴ്സ് നമ്മൾ വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഒന്ന് ഗ്രാവിറ്റേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് തെർമോഡൈനാമിക്സ്. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്? ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരിക ഇതുപോലെ 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇനി അടുത്ത ഡേയ്സിലും ഞാൻ ക്ലാസ്സിൽ വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ലൈവിലേക്ക് കറക്റ്റ് ആയിട്ട് വരിക. കാരണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അങ്ങ് പഠിച്ചങ്ങ് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സ് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുമ്പോൾ ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഏരിയാസും ഞാൻ ക്ലിയർ ആക്കി തരും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതാണ് അറിയാത്തത്, എന്താണ് അറിയാന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടികളെ വെച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ക്ലാസ് എടുക്കുന്നത്. അത്യാവശ്യമൊക്കെ ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടികളെ വെച്ചാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല, അതൊക്കെ ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. റൈറ്റ്? ഓക്കെ. അപ്പം ഈ ഒരു രീതിയിലേക്ക് വളരെ വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പറേഷൻ നടത്തുക. ഇനിയുള്ള ദിവസങ്ങൾ ക്രൂഷ്യലാണ്. മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ലീവ് എടുത്ത് തന്നെ പഠിക്കുക. ഫുൾ ടൈം ഇരുന്ന് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇനി ഈ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് ഒന്ന് നന്നായി വൃത്തിയായിട്ട് നോക്കുക. നമ്മുടെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും? ഞാൻ ഈ ഒരു നോട്ട് അതിലേക്ക് ഇടുകയും ചെയ്യും. ഓക്കെ അല്ലേ? സോ നന്നായി പ്രിപ്പറേഷൻ നടത്തുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്.